തുടർന്ന് മാസ്റ്റർ വേലയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഒന്ന് രണ്ട് വാക്ക് ഇവിടെ നടന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഓർപ്പിക്കുവാനായിട്ട് ഒരു പ്രസ്താവനയായിട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നാം ആഗ്രഹിക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ വിവിധ ഇടങ്ങളിൽ നിന്ന് 50ഓളം സഹോദരന്മാർക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. യാത്രയിൽ ആവശ്യമായ എല്ലാ സംരക്ഷണവും കൃപയും കാലാവസ്ഥയുടെ ആനുകൂല്യവും ദൈവം നമുക്ക് നൽകി എന്നുള്ളത് വീണ്ടും സ്തോത്രത്തിനായിട്ട് അറിയിക്കുകയാണ്. ഭവന സന്ദർശനത്തിൽ സഹോദരന്മാർക്ക് രണ്ട് പേരായി അനേക ഭവനങ്ങൾ കടന്നുപോയി ദൈവത്തിൻ്റെ വചനം പറയുവാൻ ദൈവം കൃപ ചെയ്തു. അതിനുശേഷം പരസ്യ സ്ഥലങ്ങളിൽ കർത്താവിനെ സാക്ഷിക്കാൻ ദൈവം അവസരം നൽകി. രാവിലെ 3 സ്ഥലത്തും ഉച്ച കഴിഞ്ഞ് 2 സ്ഥലത്തും അങ്ങനെ 5 സ്ഥലങ്ങളിലായിട്ട് ദൈവത്തിൻ്റെ വചനം ഘോഷിപ്പാൻ ദൈവം കൃപ ചെയ്തു. മാത്രമല്ല ഉച്ച കഴിഞ്ഞും രാത്രിയിലും ദൈവവചനത്തിൽ നിന്ന് ബൈബിൾ ക്ലാസ്സിലൂടെയും രാത്രി യോഗങ്ങളിലൂടെയും ദൈവത്തിൻ്റെ വചനം നമുക്ക് കേൾക്കാനായിട്ടിടയായി. കർത്താവിൻ്റെ ദാസൻ തക്ക സമയത്ത് തന്നെ കടന്നു വരികയും ദൈവത്തിൻ്റെ വചനം അറിയിപ്പാനായിട്ട് ഇടയാവുകയും ചെയ്തു. കർത്താവിൻ്റെ ദാസൻ സുവിശേഷൻ NPG ജെയിംസ് ഓരൻ തണ്ണിത്തോടന്ന് കടന്നു വന്നു. തന്നോടുള്ള നന്ദിയും ഞാൻ ഒന്ന് അറിയിക്കുകയാണ്. തുടർന്ന് ആ കാര്യങ്ങൾ വീണ്ടും പറയുന്നതായിരിക്കും. ഇന്ന് മാസ യോഗത്തിനായിട്ട് നാം ഒരുമിച്ച് കൂടി വന്നിരിക്കുകയാണ്. മാസയോഗത്തിൽ ആദ്യമായി സംവദിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ക്രമീകരണം ഞാനിപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ പ്രസ്താവന പറഞ്ഞതിന് ശേഷം 2 സഹോദരന്മാര് പ്രാർത്ഥിക്കുന്നതാണ്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം സാക്ഷ്യങ്ങൾ പറയാനായിട്ടുള്ള സമയമാണ്. കുറെ നാളുകളായി മാസയോഗം നടന്നിട്ട്, എന്നാൽ അന്ന് മുതലുള്ള സാക്ഷ്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നും തീരുകയില്ല. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കും സ്തോത്രത്തിനുമായിട്ടുള്ള വിഷയങ്ങൾ മാത്രം ചുരുക്കി പറയുക. 11:30 വരെയാണ് നമ്മുടെ സാക്ഷ്യത്തിന് വെച്ചിട്ടുള്ള സമയം. ആ 11:30-ക്കുള്ളിൽ നമ്മൾ ചുരുക്കമായിട്ടൊരു 2-3 മിനിറ്റിൽ ചുരുക്കി സാക്ഷ്യം പറയണം. 3 പേര് സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ സഹോദരന്മാരിൽ ആരെങ്കിലും ഒരാൾ ആ 3 പേരെ ഓർത്ത് ഒന്ന് സ്തോത്രം ചെയ്യുകയും അവരുടെ ആവശ്യങ്ങളെ ഓർക്കുകയും ചെയ്യണം. മാത്രമല്ല ഈ പറയുന്ന കാര്യങ്ങളൊന്ന് എഴുതിയെടുത്താൽ നമുക്ക് വീട്ടിൽ ചെന്നുള്ള പ്രാർത്ഥനയ്ക്കും നമ്മുടെ സഭയായിട്ടുള്ള പ്രാർത്ഥനയിലും അത് ഉൾപ്പെടുത്താനായിട്ട് കഴിയും. മാത്രമല്ല അങ്ങനെയെങ്കിൽ ദൈവം നമ്മുടെ മധ്യേ കഴിഞ്ഞ നാളുകളിൽ അനേക അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നും ദൈവം പ്രവർത്തിക്കാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ആ കാര്യം ഓർത്തിരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. അതിനുശേഷം സാക്ഷ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു പാട്ട് പാടും, ഒരു സ്തോത്രാഴ്ച ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം പ്രാർത്ഥിച്ച് നാം വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ നമ്മുടെ മധ്യയുണ്ട്. പ്രിയപ്പെട്ടവനിൽ നിന്ന് ഇന്നും നമുക്ക് ദൈവത്തിന്റെ ആലോചന കേൾക്കാനായിട്ട് കഴിയും. അതിനുശേഷം ഈ സ്ഥലം സഭയെ പ്രതികരിച്ച് നന്ദിയുടെ ചില വാക്കുകൾ സ്ഥലം സഭയെ പ്രതികരിച്ച് അറിയിക്കുന്നതാണ്. അവസാനമായി പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് മാസയോഗം അവസാനിക്കും. ഇന്നത്തെ ശുശ്രൂഷകൾ ദൈവം എല്ലാ നിലയിലും മഹത്വം എടുക്കുമാറാകട്ടെ. 2-3 പേരുടെ നാമത്തിൽ കൂടുതലും നൽകും. ഞാനുണ്ട് എന്നാൽ ചെയ്ത ദൈവം നമ്മുടെ മധ്യയുണ്ട്.
അതുകൊണ്ട് എല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയോ സൈലന്റ് മോഡിലിടുകയോ ചെയ്യണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ട് പാടാം. അധികമില്ല അയ്യനാളുകളാണിതെന്നറിഞ്ഞ് ആദ്യ സ്നേഹത്തിൽ നമുക്കിനിയോ അന്ത്യനാളുകളാണിതെന്നറിഞ്ഞ് ആദ്യ സ്നേഹത്തിൽ നമുക്കിനിയോ തിരുനാമത്തിൽ തീരാൻ വരും നാളുകൾ തിരുനാമത്തിൻ മഹിമകൾക്കായി തീരാൻ വരും നാളുകൾ വരും നാളിനി അധികമില്ല കുലം നമുക്കിനി അകലമല്ല വരും നാളിനി അധികമില്ല നമുക്കിനി അകലമല്ല. കർത്താവ് അനുവദിച്ചാൽ അടുത്ത മാസം സെപ്റ്റംബർ മാസം 12, 13 തീയതികളിൽ മാസവേലയും മാസയോഗവും അങ്കമാലി കിഴക്കേ സഭയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. തുടർന്നുള്ള വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ഈ സ്ഥലം സഭയിലെ സുവിശേഷകന്മാരിൽ ഒരാളായ MA ആൻ്റണി സോരൻ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ സ്വർഗസ്ഥ നല്ല പിതാവാം ദൈവമേ, അവിടുത്തെ തിരുനാമത്തിനായി സ്തോത്രം. കർത്താവെ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനായി കർത്താവ് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, പുത്രനിലൂടെ കർത്താവെ ഞങ്ങളെ വീണ്ടെടുത്ത് രക്ഷിച്ച് കർത്താവെ അങ്ങയുടെ ആത്മാവിനാൽ കർത്താവെ ദൈവം ഈ വലിയ സത്യത്തിലേക്ക് ഞങ്ങളെ നടത്തി. കർത്താവെ, അവിടുത്തെ അനന്തമായ കൃപകൾ ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിലൊക്കെ അനുഭവിപ്പാൻ അവിടെ ഇടയാക്കുന്നു. അതിനടങ്ങിക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, മാസവേല യോഗത്തോടുള്ള ബന്ധത്തിൽ ചില വർഷങ്ങളൊക്കെ കർത്താവെ അത് മുടങ്ങിപ്പോയി. എന്നിരുന്നാൽ തന്നെയും കർത്താവ് ഈ നിലയിലെ ഈ മാസത്തിൽ ദൈവമേ ഈ വരാക്കര സ്ഥലം സഭയോട് ചേർന്ന് കർത്താവെ ശുശ്രൂഷ ദൈവമേ ആരംഭിപ്പാൻ കർത്താവെ അവിടുത്തെ കർത്താവ് വലിയ കൃപ കർത്താവെ അവിടുന്ന് നൽകി. അതോർത്ത് കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഇന്നലെയും ഇന്നും കർത്താവെ ഇതുവരെ ദൈവമേ അനുഗ്രഹമായിട്ട് ശുശ്രൂഷ നടക്കുവാൻ അവിടുന്ന് കൃപ നൽകിയല്ലോ. അതിനാണെങ്കിൽ സ്തോത്രം. പല സ്ഥലങ്ങളിൽ നിന്നും കർത്താവെ അങ്ങയുടെ മക്കൾക്ക് കടന്നു വന്ന് ഈ നിലയിലൊരു കൂട്ടായ്മ അനുഭവിപ്പാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കിയത് ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവെ അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവെ അങ്ങേക്ക് സ്തോത്രം. കർത്താവെ താൻ സ്നേഹിക്കുന്ന മക്കളെ തല്ലുന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നുണ്ട്. ചിലപ്പോൾ ഞങ്ങൾക്ക് ബാലശിക്ഷക്ക് അങ്ങ് നൽകും. എങ്കിലും കർത്താവെ ആത്യന്തികമായി അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. കർത്താവെ തൻ്റെ ചങ്കിലെ ചോരയാണ് ഞങ്ങൾക്ക് വേണ്ടി ഊറ്റി തന്ന് ഞങ്ങളെ സ്നേഹിച്ചത്. ഇനി തരാനൊന്നുമില്ല കർത്താവെ, അങ്ങേക്കുള്ളതൊക്കെ അങ്ങ് തന്നു. കർത്താവെ അങ്ങേക്ക് സ്തോത്രം. ആ സ്നേഹത്തിന് മുന്നിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല കർത്താവെ. അങ്ങയെ വീണ് വണങ്ങാനല്ലാതെ, അങ്ങയെ സ്തുതിക്കാനല്ലാതെ, അങ്ങേക്ക് നന്ദി കയറ്റാനല്ലാതെ ഞങ്ങൾക്കൊന്നും തരാനില്ല കർത്താവെ. ആ നിലയിൽ ഞങ്ങളെ സ്നേഹിച്ച അങ്ങയുടെ അനന്തമായ കൃപകൾക്കായി എനിക്ക് സ്തോത്രം കർത്താവേ. കർത്താവെ മാസവേല കർത്താവെ അടുത്ത മാസം കർത്താവെ അങ്കമാലി കർത്താവെ കിഴക്കേ ദൈവമേ സഭയിൽ വെച്ച് നടത്തുവാൻ മക്കൾ അവിടുത്തെ തിരുസനിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. കർത്താവെ ദൈവമേ അങ്ങയുടെ തിരുസനിലെടുത്ത ആ തീരുമാനം കർത്താവെ അവിടുന്ന് തന്നെ നിവർത്തിക്കണം. കർത്താവെ ദൈവം ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവള്ളമുണ്ടായിട്ട് നമ്മിൽ പ്രവർത്തിക്കുന്നതിന് വായിക്കുന്നു. കർത്താവെ അവിടുന്ന് തന്നെ അത് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ ഇടയാക്കണം. ഇതിലും അധികം പേർ കടന്നു വന്ന ശുശ്രൂഷ അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സഹായിക്കണമേ. വിശേഷ കർത്താവ് തുടർന്ന് അങ്ങയുടെ വചനത്തിന് മുന്നിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പാ കർത്താവെ യഹോവയെ അരുളി ചെയ്യണമേ. അടിയനിതാ എന്നുള്ള മനോഭാവത്തോടെ ഇരിപ്പം ഞങ്ങളെ സഹായിക്കണം. കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറന്ന് ഇരിപ്പം ഞങ്ങളെ സഹായിക്കണം. കർത്താവെ ദൈവമേ കർത്താവെ അങ്ങ് കർത്താവ് ഞങ്ങളുടെ ഓരോ ഹൃദയത്തോടും അവിടെ ഇടപെടണമേ. കർത്താവെ ദൈവമേ അങ്ങയുടെ വചനം തേനിലും തേൻകട്ടയിലും മാധുര്യമേറിയതാണ്. കർത്താവെ ദൈവമേ അങ്ങ് സ്തോത്രം. അത് ഞങ്ങളെ ദൈവമേ ജീവിപ്പിക്കുന്നതാണ്, ഞങ്ങളെ ശക്തീകരിക്കുന്നതാണ്. കർത്താവെ ഞങ്ങളെ കർത്താവെ ബലപ്പെടുത്തുന്നതാണ്. അതിനാണെങ്കിൽ സ്തോത്രം. ആ വചനവുമായി അങ്ങയുടെ ദാസനെ അവിടുന്ന് ഞങ്ങളെ മധ്യയെ കൊണ്ടുവന്നിരിക്കുകയാണെങ്കിൽ സ്തോത്രം. അങ്ങയുടെ ആത്മാവിൻ്റെ കർത്താവ് നിറവിലും ക്രൂശിൻ്റെ മറവിലും അങ്ങനെ നിർത്തണമേ എന്ന് ഞങ്ങൾ ഇങ്ങോട്ട്
പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് കർത്താവെ ഞങ്ങൾക്ക് മടങ്ങിപ്പോയി ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ തിരുനാമം എല്ലാ നിലയിലും അടികളോട് മഹത്വപ്പെടുത്തണം കർത്താവ്. ഇതിൽ നിന്ന് എല്ലാ കൃപകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും അങ്ങേക്ക് നന്ദി കരയറ്റുന്നു കർത്താവെ. അടികളുടെ പ്രാർത്ഥന യാചന കേട്ട് അവിടുന്ന് ഉത്തരമയച്ചതിനായി സ്തോത്രം. എല്ലാ മഹത്വവും അവിടുത്തെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ ദിവസത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വരാക്കര എന്നുള്ളത് ദൈവജനത്തിൻ്റെ മധ്യത്തിൽ വളരെ അറിയപ്പെടുന്നൊരു സ്ഥലമാണ്. അതിന് ഒരു പ്രധാന കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത് ജാക്സൺ വരാക്കര ആ പേര് എല്ലാവർക്കും അറിയാവുന്നൊരു പേരാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ധാരാളമായി കർത്താവിൻ്റെ ശുശ്രൂഷകൾ ഉപയോഗിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവവചന വിചിന്തനത്തിന് ആധാരമായി മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 22 23 വാക്യങ്ങൾ വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 22 23 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ മുന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവ് തിരുവായ്മൊഴി അരുളി ചെയ്ത ഭാഗങ്ങളാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണങ്ങൾ എന്നറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായ അധ്യായങ്ങളാണ്. അതിൽ ഈ ഭാഗത്ത് നമ്മുടെ കർത്താവ് പറയുകയാണ്, ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചുവള്ളതെങ്കിൽ നിൻ്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിൻ്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ആ ഇരുട്ട് എത്ര വലിയത്. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചുവള്ളതെങ്കിൽ നിൻ്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും എന്ന് കർത്താവ് പറയുമ്പോൾ കേവലം ഭൗതികമായ കണ്ണുകളല്ല അവിടെ നമ്മൾ പ്രധാനമായും ചിന്തിക്കുവാനായിട്ടുള്ളത്. നമ്മുടെ ഉള്ളിൽ ഉള്ള കണ്ണിനെ കുറിച്ചാണ്. ആ കണ്ണ് ചൊവ്വുള്ള കണ്ണാണെങ്കിൽ നമ്മുടെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. നമ്മുടെ ചിന്ത, നമ്മുടെ വാക്കുകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ മുഴുവൻ ജീവിതവും പ്രകാശിതമായിരിക്കും, വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കും. എന്നാൽ നമ്മുടെ കണ്ണ് കേടുള്ളതാണെങ്കിലോ നമ്മുടെ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഒരു ആത്മീക സന്തോഷം അനുഭവിക്കാൻ പറ്റാത്ത വിധത്തിൽ ആ നിലയിലുള്ള ഒരു ജീവിതമായി നമ്മുടെ തീരും എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളൊരു ആശയമെന്ന് പറയുന്നത് നമ്മുടെ കണ്ണ് ചൊവ്വുള്ള കണ്ണായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലെ കണ്ണ് ചൊവ്വുള്ള കണ്ണാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി തീരുകയുള്ളൂ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി നമുക്ക് നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് നിശ്ചയമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കണ്ണ് ചൊവ്വുള്ള കണ്ണാണോ കേടുള്ള കണ്ണാണോ എന്ന് ഒരു പരിശോധനയാണ് നമ്മൾ നടത്തുവാനായിട്ട് പോകുന്നത്. വളരെ ലളിതമായ ആശയങ്ങളാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ വലിയ ദാസന്മാർ അനേകർ ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് മാസവേല പ്രവർത്തനങ്ങളുള്ള ബന്ധത്തിൽ വളരെ അനുഗ്രഹീതരായ ദൈവദാസന്മാരെയാണ് ദൈവം അതിൻ്റെ മുൻനിരയിൽ നിർത്തിയിരിക്കുന്നത്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രിയ CJ മത്തായിച്ചാനെ ഇന്ന് ഇവിടെ കാണാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിനും ഇന്ന് വരുവാനും കാണുവാനും ഒക്കെ ഇടയായതിലും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കണ്ണ് ചൊവ്വുള്ള കണ്ണാണോ കേടുള്ള കണ്ണാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമ്മുടെ കണ്ണ് ചൊവ്വുള്ള കണ്ണായിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു ചെറിയ ജീവിതമാണ് നമുക്കുള്ളത്. ഈ ജീവിതം ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിൻ്റെ വഴികളിൽ വിശ്വസ്തരായിട്ട് നമ്മൾ ജീവിക്കേണ്ടവരാണ്. അതിന് നമ്മുടെ ഉള്ളിലെ കണ്ണ്
അത് നല്ല കണ്ണായി തന്നെ നിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ഭൗതികമായ കണ്ണുകളെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. ഈ കണ്ണിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മൾ പെട്ടെന്ന് ഡോക്ടറെ കാണാറുണ്ട്. ഡോക്ടർ പറയുന്ന ചികിത്സാ വിധികൾ നമ്മൾ ചെയ്യാറുണ്ട്. കാരണം ഈ കണ്ണിൻ്റെ വില നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഈ കണ്ണിന്, ഭൗതികമായ കണ്ണിന് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുവോ അതിനേക്കാൾ അധികം പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ഒന്നാണ് നമ്മുടെ ഉള്ളിലെ കണ്ണ് എന്ന് പറയുന്നത്. ആ കണ്ണ് ചൊവ്വുള്ള കണ്ണായിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വളരെയധികം അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമ്മുടെ ഉള്ളിലെ കണ്ണ് ചൊവ്വുള്ള കണ്ണാണോ എന്നറിയാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു പരിശോധനയ്ക്ക് ഇന്ന് വിധേയമാക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കണ്ണിനൊരു പ്രയാസം വന്നാൽ നമ്മളൊരു കണ്ണാശുപത്രിയിൽ പോയാൽ നമ്മളവിടെ ചെന്ന് ഫയലൊക്കെ എടുത്തിട്ട് ഇവർ പല റൂമുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഓരോ റൂമിലും ഓരോ ടെസ്റ്റാണ് നടത്തുന്നത്. അങ്ങനെ ഒടുവിലാണ് ഡോക്ടർ ഈ ടെസ്റ്റുകളുടെയൊക്കെ ഒരു അന്തിമ തീരുമാനമെന്നുള്ള നിലയിൽ ഒരു ചികിത്സ പറയുന്നത്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു വസ്തുതയാണ്. നമ്മളിന്ന് രാവിലെ ഇവിടെ വന്ന് ഫയൽ എടുത്തു, അഥവാ ദൈവത്തിൻ്റെ വചനം നമ്മൾ പ്രാർത്ഥനയോടെ തുറന്നു. നമ്മളിനി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോ റൂമുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മുടെ കണ്ണ് എങ്ങനെയുണ്ട്, ചൊവ്വുള്ള കണ്ണാണോ കേടുള്ള കണ്ണാണോ എന്ന് പരിശോധിക്കുക. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഒന്നാമത്തെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒന്നാമത്തെ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള പരിശോധന എന്ന് പറയുന്നത് നമ്മുടെ മനോഭാവങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മനോഭാവങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. നമ്മുടെ മനോഭാവങ്ങൾ എങ്ങനെയുണ്ട് എന്ന് അറിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ കണ്ണ് ചൊവ്വുള്ള കണ്ണാണോ കേടുള്ള കണ്ണാണോ എന്ന് അറിയുവാനായിട്ട് കഴിയുമെന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. നമ്മുടെ മനോഭാവങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ പരിശോധന. ഈ 6-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം മുതൽ ഏതാണ്ട് 17-ാം വാക്യം വരെ 18-ാം വാക്യം വരെ നമ്മുടെ മനോഭാവങ്ങളെക്കുറിച്ച് പറയുന്ന വാക്യങ്ങൾ. 6-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ മനോഭാവങ്ങൾ എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കുന്ന വാക്യങ്ങളാണ്. ഇവിടെ പല കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. 1-ാം വാക്യത്തിൽ മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ നീതിപ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ മനോഭാവം എന്താണ്? മനുഷ്യർ കാണേണ്ടതിനാണോ അതോ സ്വർഗസ്ഥനായ എൻ്റെ ദൈവം കാണേണ്ടതിനാണോ ഞാനത് ചെയ്യുന്നത്? അത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യമാണ്. അതിൽ നമ്മുടെ മനോഭാവം എന്താണ്? നമുക്കറിയാം, നമ്മുടെ പുറമേയുള്ള രീതികളും ഇടപെടലും ഒക്കെ മറ്റുള്ളവർക്ക് കാണാം. അവർക്ക് അതിലൂടെ ഒരു വിലയിരുത്തൽ നടത്താനായിട്ടും കഴിയും. എന്നാൽ നമ്മുടെ മനോഭാവങ്ങൾ വേറൊരാൾക്ക് കാണാനായിട്ട് കഴിയുകയില്ല. അത് കുറേ അതിന് ഫലത്തിൽ പ്രത്യക്ഷമാകുമ്പോൾ മറ്റൊരാൾക്ക് ചിലപ്പോൾ അറിയാനായിട്ട് കഴിയാം. എന്നാൽ അല്ലാതെ ഇത് നമ്മുടെ മനോഭാവം വേറൊരാൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയില്ല. പക്ഷേ കർത്താവിന് നമ്മുടെ മനോഭാവം നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഞാൻ ഏതുദ്ദേശത്തിലാണ് ചെയ്യുന്നത്? മനുഷ്യർ കാണേണ്ടതിനാണോ എൻ്റെ ദൈവം കാണേണ്ടതിനാണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 2-ാം വാക്യവും 2, 3, 4 വാക്യങ്ങളിൽ ഭിക്ഷ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. ഭിക്ഷ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഏതുദ്ദേശത്തോടെയാണ് ഭിക്ഷ കൊടുക്കുന്നത്? മനുഷ്യരാൽ മാനം ലഭിപ്പാൻ കപടഭക്തിക്കാരായ ആളുകൾ ചെയ്യുന്നത് പള്ളികളിലും വീഥികളിലും അവർ കാഹളം ഊതിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പരീശന്മാരായ ആളുകൾ, അതിൽ ഒരു പറ്റം ആളുകൾ അവരുടെ സമ്പാദ്യമൊക്കെ ശേഖരിച്ച് വെച്ച് ഒരു പരസ്യം ചെയ്ത പൊതുസ്ഥലത്ത് വന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അവരെല്ലാവരോടും പരസ്യം ചെയ്യും, ഞാനിങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് പോകുകയാണ്. ആളുകളൊക്കെ അവിടെ വരും, വന്ന് ഈ സഹായം വാങ്ങിക്കൊണ്ട് പോകും. പരീശന്മാർ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മളും ചെയ്യുന്നവരാണോ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്താൽ, ഞാനിപ്പോൾ ഒരാൾക്ക് കൊടുത്താൽ, ഭിക്ഷ കൊടുക്കുന്ന കാര്യമാണ്, ഒരാളെ സഹായിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഞാനത് ചെയ്യുമ്പോൾ എൻ്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ കർത്താവ് എന്നെ അതിനുവേണ്ടി ലോകത്തിൽ നിയോഗിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ള ഉദ്ദേശമാണോ? അതോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്, ഞാനൊരു മനസ്കനാണ്, ഞാൻ പാവങ്ങളോട് കരുണ
കരുണയുള്ളവനാണ്, ദയുള്ളവനാണ്. ഇതൊക്കെ മറ്റുള്ളവർ അറിയാനാണോ ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകമായ കാര്യമാണ്. അത് നമ്മൾ കൊടുക്കുന്ന ഏത് വിഷയത്തോടും ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം. സഭയോടുള്ള ബന്ധത്തിൽ കൊടുക്കുന്നതാകാം, കർത്താവിൻ്റെ ദാസന്മാർക്ക് കൊടുക്കുന്നതാകാം. അതിലൊക്കെ നമ്മുടെ മനോഭാവം എന്താണ്? ഞാൻ എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്? നമുക്കറിയാം, നമ്മൾ പ്രതിഫലം തരുമ്പോൾ നമ്മുടെ കർത്താവ് പറയുന്നത് എന്താ പറയുന്നത്? അവനവൻ്റെ ഹൃദയങ്ങളുടെ ആലോചനയെ വെളിപ്പെടുത്തുമെന്നാണ്. ഹൃദയങ്ങളുടെ ആലോചന വെളിപ്പെടുത്തും. നമ്മൾ എത്രമാത്രം ചെയ്തു എന്നുള്ളതല്ല അവിടുത്തെ പ്രധാനപ്പെട്ട മാനദണ്ഡം. ചെയ്യുന്നത് മാനദണ്ഡമാണ്, പക്ഷെ എത്രമാത്രം ചെയ്തു അതല്ല അവിടുത്തെ പ്രധാനപ്പെട്ട മാനദണ്ഡം. എൻ്റെ ഹൃദയത്തിൻ്റെ ആലോചന എന്തായിരുന്നു? എൻ്റെ ഹൃദയത്തിൻ്റെ ചിന്ത എന്തായിരുന്നു? ഞാൻ ആ കൊടുത്തപ്പോൾ, ഞാൻ പോയപ്പോൾ, ഞാൻ പ്രവർത്തിച്ചപ്പോൾ എൻ്റെ ചിന്ത എന്തായിരുന്നു? ഞാൻ കർത്താവിന് വേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ എൻ്റെ മനോഭാവം എന്തായിരുന്നു? ഞാൻ കർത്താവിന് വേണ്ടി അത് ചെയ്യുമ്പോൾ, ഇത് ചെയ്യുമ്പോൾ എൻ്റെ മനോഭാവം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഈ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം, അതിന് 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത് പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ കപടഭക്തിക്കാർ എന്താ ചെയ്യുന്നത്? അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവർ പരസ്യമായിട്ടാണ് പ്രാർത്ഥിക്കാൻ എന്ന് മറ്റുള്ളവരെയൊക്കെ അനുഗ്രഹിച്ച് അവർ പരസ്യമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആളുകളൊക്കെ കാണുമ്പോൾ ഇത് വിചാരിക്കുക, എന്താ ഇദ്ദേഹം നല്ലൊരു ഭക്തനാണ്, ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നയാളാണ്, ഇദ്ദേഹം ഒരു നല്ല ആത്മീയനാണ് എന്നൊക്കെ അങ്ങനെ ആളുകൾക്ക് തോന്നാൻ വേണ്ടിയാണ് ഇവർ തെരുക്കോണുകളിലും പള്ളികളിലും ഒക്കെ നിന്നുകൊണ്ട് പരസ്യമായി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷെ പരസ്യമായ എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്യമായും പ്രാർത്ഥിക്കുന്നവരാണ്. അത് പരസ്യമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭകളിലും പരസ്യ യോഗങ്ങളിലും ഒക്കെ നമ്മൾ പരസ്യമായി പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് മറ്റുള്ളവർ കേൾക്കാനായിട്ടാകരുത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടതായ കാര്യം. നമ്മൾ പരസ്യമായി പലരെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്, രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്, വിവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആളുകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ നമ്മൾ പരസ്യമായി പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ രഹസ്യ പ്രാർത്ഥനയിലും അവരെയൊക്കെ വഹിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഇവിടെ കർത്താവ് പറയുന്നത് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവർ പിന്നെ ഈ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് അവർക്കൊന്നും കിട്ടുകയില്ല എന്നുള്ളതാണ്. എന്നിട്ട് 6-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ രഹസ്യത്തിലുള്ളതായിരിക്കണം എന്നുള്ളത് ഇവിടെ ഓർപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പരസ്യമായി പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല, പക്ഷേ ഒരു രഹസ്യ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായും ഉണ്ടാകേണ്ടതാണ്. ആ പ്രാർത്ഥനയെ നമുക്ക് ഒരുപാട് പേരെ ഓർക്കാനായിട്ട് കഴിയും, ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഓർക്കാനായിട്ട് കഴിയും. നമ്മൾ മറവിയുള്ളവരാണെങ്കിൽ എഴുതി വെച്ച് അത് ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. ഒരു രഹസ്യ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലാണ് നമ്മുടെ മനോഭാവം എങ്ങനെയുണ്ട് എന്നുള്ളത് വെളിവാകുന്നത്. എൻ്റെ കൂട്ടു സഹോദരനോട്, എൻ്റെ കൂട്ടു സഹോദരിയോട് എനിക്ക് എത്രമാത്രം സ്നേഹമുണ്ട്, എൻ്റെ സഭയോട് എനിക്ക് എത്രമാത്രം സ്നേഹമുണ്ട്, നശിച്ചു പോകുന്ന ആത്മാക്കളോട് എനിക്ക് എത്രമാത്രം സ്നേഹമുണ്ട്, എൻ്റെ ദേശത്തോട് എനിക്ക് എത്രമാത്രം സ്നേഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വെളിപ്പെട്ട് വരുന്നത് നമ്മുടെ രഹസ്യ പ്രാർത്ഥനയിലാണ്. പക്ഷേ ആ പ്രാർത്ഥന സഭയിലുള്ള ആരും കേൾക്കുന്നില്ല, കുടുംബത്തിലുള്ള ആരും കേൾക്കുന്നില്ല. പക്ഷെ ആരിത് കേൾക്കുന്നുണ്ട്? കർത്താവ് കേൾക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അറിയുന്നുണ്ട്. അതാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. നമ്മുടെ മനോഭാവം എങ്ങനെയുണ്ട് എന്നുള്ളതാണ് 1-ാമത്തെ റൂമിലെ പരിശോധന. ഞാൻ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനാ അനുഭവം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. എന്ന് പറഞ്ഞാൽ രഹസ്യത്തിലുള്ള പ്രാർത്ഥന. എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ കർത്താവും മാത്രം, വേറെ ആരും അവിടെ ഇല്ല. രണ്ട് പേരേ ഉള്ളൂ. ഒന്ന് കർത്താവ്, 2 ഞാൻ. വേറെ ആരുമില്ല. അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മളൊക്കെ വളരെ തിരക്കുള്ളവരാണ്, ബദ്ധപ്പാടുകളുള്ളവരാണ്, കാര്യമല്ല, ശരിയാണ്. എങ്കിലും അതിൻ്റെ നടുവിലും ഞാനും എൻ്റെ കർത്താവും മാത്രം ഉള്ള ചില സമയങ്ങൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലുണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അപ്പം നമ്മുടെ മനോഭാവങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ചിന്തനീയമായ വിഷയം എന്ന് പറയുന്നത്.
മാത്രമല്ല 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഉപവസിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഉപവസിച്ച് ഒരു പരുവായി, ഞാൻ വളരെ ഉപവസിച്ച് ക്ഷീണിച്ചു, എന്തിനാ ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. അതല്ല, രഹസ്യത്തിൽ കാണുന്നതിൻ്റെ പിതാവിനോട് നീ പ്രാർത്ഥിക്കുക. അതാണ് ഇവിടെ പറയുന്നത് ഉപവാസത്തെക്കുറിച്ച്. അത് നമുക്കറിയാം, ഒരു ഉപദേശ വിഷയമായി പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഞാനതിലേക്ക് കടക്കുന്നില്ല. ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന കാര്യം നമ്മുടെ മനോഭാവം എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എൻ്റെ മനോഭാവം എന്താണ്? ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതല്ല, ഏത് മനോഭാവത്തോടു കൂടി ചെയ്യുന്നു എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കൊടുക്കുന്ന കാര്യം തന്നെ പറഞ്ഞാൽ, ഇപ്പോൾ ഈ നമ്മുടെ വീട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ വന്നു എന്ന് വിചാരിക്കുക. അവർ നമ്മളോട് 500 രൂപ ചോദിച്ചു. നമ്മൾ പറയുക, അങ്ങ് ഇവിടെ പൈസ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ്, തരാനായിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു 100 രൂപ മാത്രമേ കൊടുക്കുന്നുള്ളൂ, 100 കിട്ടത്തുള്ളൂ എങ്കിൽ അവരെന്ത് ചെയ്യും? ആ 100 വാങ്ങിച്ചുകൊണ്ട് ഇദ്ദേഹം മനസ്സോടൊന്നുമല്ല തന്നത്, ഞങ്ങൾ ചോദിച്ചൊന്നും തന്നില്ല, അതുകൊണ്ട് വേണ്ട എന്ന് വെക്കുമോ? ഇല്ല. അവർ 100 കിട്ടിയാൽ 100 അത്രയും ആകട്ടെ, അവരതുകൊണ്ട് പോകും. നമ്മുടെ മനോഭാവം അവർക്ക് വിഷയമില്ല, അവർക്ക് പൈസ മതി. പക്ഷേ കർത്താവിൻ്റെ കാര്യം എന്ന് പറയുന്നത്, കർത്താവ് നമ്മുടെ മനോഭാവമാണ് നോക്കുന്നത്. നമ്മുടെ മനോഭാവം ശരിയല്ലാതെ നാം എത്ര ചെയ്തെന്ന് പറഞ്ഞാലും അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലാത്തതായി, ഈ ജലരേഖകൾ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയായി പോകും. അതുകൊണ്ട് നമ്മുടെ മനോഭാവത്തെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ്. ഇവിടെ കർത്താവ് ഈ കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പറയുന്നൊരു കാര്യം, ഈ മനോഭാവം ശരിയല്ലാതെ പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു കപടഭക്തിയുടെ ലക്ഷണമാണ് എന്നാണ് പറയുന്നത്. ഒരു കപടഭക്തിക്കാർ എന്നിവിടെ എടുത്ത് പറയുന്നുണ്ട്, ഒരു കപടഭക്തിയുടെ ലക്ഷണമാണ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് വളരെയധികം വെറുത്തിട്ടുള്ളൊരു പാപമാണ് കപടഭക്തി എന്ന് പറയുന്നത്. കർത്താവ് കപടഭക്തിക്കാരെ തലങ്ങും വിലങ്ങും അവരെ ആക്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾക്കയ്യോ കഷ്ടമെന്ന് പറഞ്ഞ് അവരെ കർത്താവ് ശാസിച്ചിട്ടുണ്ട്. കപടഭക്തി എന്ന് പറയുന്നത് ദൈവത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വിഷയമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനോഭാവം ഒന്നായിരിക്കെ പ്രവൃത്തി വേറൊന്നുമായിരിക്കെ നാം അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് കപടഭക്തിയുടെ ലക്ഷണമായിട്ടാണ് നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നത്. നമ്മൾ ആരും കപടഭക്തിക്കാരാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഏത് കാര്യം ചെയ്താലും എൻ്റെ ഉദ്ദേശം എന്താണ്? ഞാൻ ഏത് കാര്യം ചെയ്താലും എൻ്റെ ലക്ഷ്യം എന്താണ്? മനുഷ്യർ കാണുകയാണോ അതോ എൻ്റെ കർത്താവ് കാണുകയാണോ? ഇന്ന് ഈ പകൽ ഞാൻ പറയട്ടെ, നമുക്കൊക്കെ പറ്റാവുന്നൊരു അബദ്ധമാണിത്. നമുക്കൊക്കെ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്. മറ്റുള്ളവർ കാണാനായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ നിതാന്ത ജാഗ്രത പാലിച്ച് അങ്ങനെ വരാതിരിക്കുക എന്നുള്ളതാണ് അത്യന്താപേക്ഷിതമായ കാര്യം എന്ന് പറയുന്നത്. കപടഭക്തി അത് അനുവദനീയമല്ല എന്നുള്ളത് നിശ്ചയമായി നമ്മൾ ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒന്നാമത്തെ റൂമിലെ പരിശോധന നമ്മുടെ മനോഭാവങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വസിക്കേണ്ടവരാണ്, നിത്യകാലം വസിക്കേണ്ടവരാണ്. പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ വസിക്കുമ്പോൾ നമ്മുടെ മനോഭാവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് ഓരോ പ്രതിഫലങ്ങളും ലഭിക്കുന്നത് എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. നമുക്കറിയാം, ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് എത്ര വർഷം കാണും? 60, 70, 80, 90, 100 വർഷവും കൂട്ട്. നമ്മൾ ഈ ലോകത്തിൽ ഇത്രയും നാൾ ജീവിക്കുമ്പോൾ നമ്മുടെ മനോഭാവങ്ങൾ അതിനെ ശരിയാക്കിയില്ലെങ്കിൽ നഷ്ടം വരുന്നത് എന്താണെന്നറിയാമോ? നീണ്ടു നിവർന്നു കിടക്കുന്ന ആ നിത്യത മുഴുവനും നമ്മൾ ലജ്ജിതരായി തീരേണ്ടി വരും എന്നുള്ളതാണ്. ഇവിടെ ഒരാൾ കണ്ടിട്ട് എന്താ പ്രയോജനം? ഒരാൾ മനസ്സിലാക്കിയിട്ട് എന്നാ പ്രയോജനം? ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണെന്ന് വേറൊരാൾ കണ്ടിട്ട് എന്ത് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, പ്രയോജനം ഉണ്ടാകേണ്ടുന്ന ഒരു സ്ഥലമുണ്ട്, പ്രയോജനം ഉണ്ടാകാനായിട്ടുള്ളൊരു മാർഗമുണ്ട്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്കാർക്കും ആ നിലയിൽ അബദ്ധം പറ്റി പോകരുത് എന്നുള്ളത് ഞാൻ ഇന്ന് രാവിലെ പ്രത്യേകമായി ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി രണ്ടാമത്തെ റൂമിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോവുകയാണ്. ഒന്നാമത്തെ റൂമിൽ നിന്ന് രണ്ടാമത്തെ റൂമിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത് എന്താ? പരിശോധന എന്താ? നമ്മുടെ കണ്ണ് ചൊവ്വുള്ള കണ്ണാണോ കേടുള്ള കണ്ണാണോ എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ റൂമിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കൊണ്ടുപോവുകയാണ്. അതിൻ്റെ 19, 20, 21 വാക്യങ്ങളാണ്. നമ്മുടെ നിക്ഷേപം എവിടെ എന്നുള്ളതാണ് രണ്ടാമത്തെ പരിശോധന. നമ്മുടെ നിക്ഷേപം എവിടെ എന്നുള്ളതാണ്. 19, 20, 21 വാക്യങ്ങൾ. പുഴുവും തുരുമ്പും കെടുക്കുകയും
കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊടുവിൻ. നിന്റെ നിക്ഷേപം ഉള്ളവിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ഈ 19-ാം വാക്യത്തിന്റെ അവസാനം സ്വരൂപിക്കരുത് എന്ന് നമ്മൾ കാണുകയാണ്. സ്വരൂപിക്കരുത് എന്ന് കാണുകയാണ്. 20-ാം വാക്യത്തിന്റെ അവസാനം സ്വരൂപിച്ചു കൊള്ളുവീൻ എന്ന് നമ്മൾ കാണുകയാണ്. ഒരിടത്ത് സ്വരൂപിക്കരുത്, വേറൊരിടത്ത് സ്വരൂപിച്ചു കൊള്ളുവീൻ എന്ന് നമ്മൾ വായിക്കുകയാണ്. മനുഷ്യരായ നമുക്ക് സ്വരൂപിച്ചു കൊള്ളുവാൻ വളരെ താല്പര്യം ഉള്ളത് സ്വരൂപിക്കരുത് എന്ന് പറയുന്ന സ്ഥലത്ത് സ്വരൂപിക്കാനാണ്, അല്ലേ? കാരണം ലോകത്തിൻ്റെ ഒരു ലാഞ്ചന നമുക്കുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. കർത്താവ് പറയുന്നു, നിങ്ങൾ സ്വരൂപിക്കരുത്. എവിടെ സ്വരൂപിക്കരുത്? ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. എന്താ കാര്യം? പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഭവിഷ്യത്ത്. ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം എവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ നിക്ഷേപം സ്റ്റേറ്റ് ബാങ്കിലാണോ ഫെഡറൽ ബാങ്കിലാണോ എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം. ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ ഈ ഭൂമിയിൽ നിക്ഷേപിക്കാനാണോ ആഗ്രഹിക്കുന്നത്, അതോ കർത്താവിൻ്റെ സന്നിധിയിൽ നിക്ഷേപിക്കാനാണോ ആഗ്രഹിക്കുന്നത്? അതാണ് ഇവിടുത്തെ ചോദ്യം. അതാണ് ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പം ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇവിടെ കാണുകയാണ്. എന്നാൽ സ്വരൂപിച്ചു കൊള്ളുവീൻ എന്ന് പറയുന്ന ഇതുണ്ട്. അതെവിടെയാ? സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീൻ. നമുക്കറിയാം, നമ്മളൊരു ബാങ്കിൽ ഒരു പണം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒന്നാമത് അക്കൗണ്ട് തുറക്കണം, അല്ലേ? അവിടെ അക്കൗണ്ട് തുറക്കണം. നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപിക്കാനുള്ള സാധ്യത കർത്താവ് തന്നു. കാരണം നമുക്കവിടെ ഒരു അക്കൗണ്ട് തുറന്നു. അതുമാത്രമല്ല, നമുക്കവിടെ പൗരത്വം കിട്ടിയില്ലേ? പൗരത്വം കിട്ടി, നമ്മുടെ പേരവിടെ എഴുതി, നമുക്ക് അക്കൗണ്ട് തുറന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിക്ഷേപം സ്വരൂപിക്കാനായിട്ട് കഴിയും. എന്നാൽ സ്വർഗത്തിൽ പേരെഴുതപ്പെടാത്ത ആളുകൾക്ക്, അവിടെ പൗരത്വം ലഭിക്കാത്ത ആളുകൾക്ക് അവിടെ നിക്ഷേപം സ്വരൂപിക്കാൻ കഴിയുമോ? അവർ ലോകത്തിൽ എന്തെല്ലാം ദൈവത്തിന് നാമത്തിന് മഹത്വത്തിനായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാലും അതൊന്നും നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടേ ഇല്ല, ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരും. എന്നാൽ നമുക്ക് ചെറിയ തുകകൾ പോലും എന്ത് ചെയ്യാൻ പറ്റും? അവിടെ സ്വരൂപിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ സ്വരൂപിക്കാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? അത് ഈ ഭൂമിയിൽ സ്വരൂപിക്കുന്ന ഭവിഷ്യത്തുകളൊന്നും അവിടെ ഉണ്ടാവുകയില്ല. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെ ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു. അപ്പം അത് നഷ്ടപ്പെട്ടു പോകുകയില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത് നഷ്ടപ്പെട്ടു പോകുകയില്ല. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്താലും ഏതെല്ലാം നിക്ഷേപങ്ങൾ സ്വരൂപിച്ചാലും അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. എന്നാൽ നഷ്ടപ്പെട്ടു പോകാത്ത ഒന്നുണ്ട്, കർത്താവിന് സന്നിധിയിൽ നമ്മുടെ നിക്ഷേപം സ്വരൂപിക്കുക എന്നുള്ളതാണ്. ചില ആളുകൾക്ക് പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചാണ് കർത്താവ് നമുക്ക് അവിടെ ഭവനം പണിയുന്നത്, അതിൻ്റെ അനുസരിച്ചുള്ള ആൾ അങ്ങനെയൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയില്ല. പക്ഷെ പ്രതിഫലങ്ങൾ എന്ന് പറയുന്നത്, കർത്താവ് നമുക്ക് തരുന്ന ശോഭ എന്ന് പറയുന്നത്, കർത്താവ് നമുക്ക് തരുന്ന വസ്ത്രം എന്നുള്ളത്, നമുക്ക് ലഭിക്കുന്ന കിരീടങ്ങൾ എന്നുള്ളത്, അധികാരങ്ങൾ എന്നുള്ളത്, അതൊക്കെ നമ്മുടെ ജീവിതത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. അപ്പം നമ്മൾ അവിടെ ഈ ഭൂമിയിലല്ല, സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുക. ഈ നിക്ഷേപം സ്വരൂപിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക എന്ന് മാത്രം ചിന്തിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക എന്ന് വേണമെങ്കിൽ നമുക്കതിനൊരു പേര് കൊടുക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക എന്ന് പറഞ്ഞാൽ എൻ്റെ മുഴുവൻ ജീവിതവും ഞാൻ ചിലവഴിക്കുമ്പോൾ എൻ്റെ ലക്ഷ്യമെന്താണ്? എൻ്റെ ലക്ഷ്യമെന്താണ്? ഞാനിപ്പോൾ പഠിക്കുന്നു, ഒരു വിദ്യാർത്ഥിയായിട്ട് പഠിക്കുന്നു. എൻ്റെ ലക്ഷ്യമെന്താണ്? ഞാൻ പഠിച്ച് ജോലി വാങ്ങി ശമ്പളം വാങ്ങി അങ്ങനെ പോകുമ്പോൾ എൻ്റെ ലക്ഷ്യമെന്താണ്? എൻ്റെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണോ, അതോ എൻ്റെ കർത്താവിൻ്റെ കാര്യത്തിൽ നടക്കുക എന്നുള്ളതാണ്? അത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരാൾ ഒരു ജോലി ചെയ്യുന്നു, ആ ജോലി ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ശമ്പളം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ലക്ഷ്യമെന്താണ്? എനിക്ക് പിള്ളേരെ പഠിപ്പിക്കണം, അവരെ വളർത്തണം, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം, ഭൗതികമായ കാര്യങ്ങൾ, അല്ലെ കുറച്ച് വസ്തു വാങ്ങിക്കണം, വാഹനം വാങ്ങണം, അതുമാത്രമാണോ എൻ്റെ ചിന്ത? അതോ ഞാൻ ജോലി ചെയ്യുന്നത് മുഖാന്തരം, എനിക്ക് കിട്ടുന്ന ശമ്പളം മുഖാന്തരം എൻ്റെ കർത്താവിന് നാമം മഹത്വപ്പെടണമെന്നുള്ളതാണോ നമ്മുടെ ചിന്ത? നമ്മൾ ബിസിനസ് ചെയ്യുന്നു, അതിൻ്റെ ആദായം കൊണ്ട് നമ്മൾ എന്താണ്
എന്താണ് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നു. അതിൻ്റെ ആദായം കൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്താണ്? എൻ്റെ കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണോ? അതോ കർത്താവിന് വേണ്ടി കൂടെ ഇത് പ്രയോജനപ്പെടണം? ആ കാര്യം നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഈ കാര്യത്തിലൊരു പരാജയം പറ്റിയാൽ നമ്മുടെ ജീവിതം ആകെ പരാജിതമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിക്ഷേപം എവിടെയാണ്? നമുക്കൊരു 1000 രൂപ കിട്ടിയാൽ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? ഒരു 10,000 രൂപ കിട്ടിയാൽ, 1,00,000 രൂപ കിട്ടിയാൽ, ഒരു 10,00,000 രൂപ കിട്ടിയാൽ കർത്താവിന് വേണ്ടി നമുക്ക് അതിൽ എത്രമാത്രം വിനിയോഗിക്കാൻ കഴിയുന്നുണ്ട്? അത് പ്രബലമായ ഒരു ചോദ്യമാണ്. ഇന്നലെ ഞങ്ങൾ ബഹുമാനപ്പെട്ട കർത്തൃദാസൻ ജോൺസോൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചത്. അപ്പോൾ ഞാൻ പ്രസാദിച്ചാൻ പറഞ്ഞൊരു കാര്യം, ഈ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്, അത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ മധ്യത്തിൽ വളരെ പ്രഗത്ഭനായൊരു ദൈവദാസനും ഞാനും കൂടെ സംസാരിച്ചപ്പോഴും ഇതേ കാര്യം അദ്ദേഹവും പറഞ്ഞതാണ്. കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഏതാണ്ട് 40 വയസ്സിന് മുകളിലുള്ളവരാണ് പലപ്പോഴും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്. കർത്താവിൻ്റെ ദാസന്മാരോടുള്ള ബന്ധത്തിലും അങ്ങനെയാണ് അവർ കൊടുക്കുന്നത്. അല്ലാത്ത ആരും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ടാകാം, ഉണ്ട് എന്നുള്ള നിശ്ചയമായ കാര്യമാണ്. പക്ഷേ ഒരു ആവറേജ് കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു 40 വയസ്സിന് മുകളിലുള്ളവരാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനൊരു ആശയമുണ്ട്. അവർക്ക് കിട്ടിയ കാഴ്ചപ്പാട് പോലെ ഈ പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് അത്രയും കാഴ്ചപ്പാട് കിട്ടുന്നില്ല. ഇവർക്ക് കിട്ടുന്നതിനേക്കാൾ എത്രയധികം ശമ്പളമാണ് ഈ പ്രായക്കാർക്ക് കിട്ടുന്നത്, അല്ലേ? എത്രയധികം പൈസയാണ് അവരുണ്ടാക്കുന്നത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ എത്രമാത്രം കർത്താവിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. പല യുവതികൾ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം, അതിൻ്റെ ലക്ഷ്യം നിങ്ങൾക്ക് എന്താണ്? നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ഭൗതികമായ നന്മകൾ, അതിലൂടെ നിങ്ങൾ എന്താണ് ലക്ഷ്യമിടുന്നത്? ഒരു കാരണവശാലും തെറ്റുപറ്റി പോകരുത്. അങ്ങേക്കരയിൽ നിൽക്കുമ്പോൾ അയ്യോ എന്നോട് ആരും പറഞ്ഞില്ല, ഞാനിത് അറിഞ്ഞില്ല എന്ന് സങ്കടപ്പെട്ട് വിലപിക്കരുത്. അതുകൊണ്ട് ഇന്ന് തീരുമാനിച്ചു കൊള്ളുക, എനിക്ക് കിട്ടുന്ന ജോലി, എനിക്ക് കിട്ടുന്ന ശമ്പളം, എൻ്റെ കഴിവുകൾ എൻ്റെ കർത്താവിന് വേണ്ടി വിനിയോഗിക്കുവാൻ ഞാൻ തയ്യാറാകുമെന്ന് ദൈവസന്നിധിയിൽ ഉറക്കെ പ്രഖ്യാപിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ കർത്താവിനെ സ്നേഹിച്ചു, കർത്താവിന് വേലയ്ക്ക് വേണ്ടി കൊടുത്തു. നമുക്കറിയാം എത്രയധികം പ്രവർത്തനങ്ങളാണ് നമ്മുടെ മധ്യത്തിൽ നടക്കുന്നത്, അല്ലേ? എത്രയധികം പ്രവർത്തനങ്ങൾ, എത്ര ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ചുറ്റുപാടും നടന്നു വരുന്നത്. ദൈവമക്കൾ കൈ തുറന്ന് സഹായിച്ചാണ്. ഈ അടുത്ത ദിവസം ഈ ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഡോക്ടർ KC ജോൺസൺ എന്നോട് പറയുകയുണ്ടായി, ഒരു പ്രത്യേക അസുഖത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു അസുഖത്തിൻ്റെ കാര്യം അഡൽഫോയിൽ പ്രാർത്ഥനയ്ക്കായിട്ടും സാമ്പത്തിക സഹായത്തിനുമായിട്ടൊക്കെ കൊടുത്താൽ അദ്ദേഹം പറഞ്ഞു മിക്കവാറും പേർക്ക് അതിനുള്ള പൈസ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. ആരാ കൊടുക്കുന്നത്? ഒരു ചെറിയ കൂട്ടമായ സമൂഹം. നമുക്കറിയാം, കൊടുക്കുന്നവരെ കൊടുക്കുകയുള്ളൂ, കൊടുക്കാത്തവരെന്ത് ചെയ്യത്തില്ല, കൊടുക്കയില്ല. നമ്മുടെ നിക്ഷേപം എവിടെ? അത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നിക്ഷേപം ഭൂമിയിലാണ് സ്വരൂപിക്കുന്നതെങ്കിൽ അത് വലിയ അപകടകരമായ കാര്യമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം അഥവാ നമ്മുടെ കർത്താവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ഈ നിക്ഷേപം ഭൂമിയിൽ സ്വരൂപിക്കുക, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുക്കാതെ ഭൂമിയിൽ സ്വരൂപിക്കുക എന്ന് പറയുന്നതിനകത്ത് വേറൊരു ചിന്താധാരയൂടുണ്ട്. എന്ന് പറയുന്നത്, ഞാൻ എന്തുകൊണ്ട് കർത്താവിന് വേണ്ടി വേണ്ടവണ്ണം കൊടുക്കുന്നില്ല? അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, എനിക്ക് കിട്ടുന്ന സമ്പത്ത് അതിനെ ഞാൻ ആശ്രയമായി കാണുകയാണ്. എനിക്ക് കിട്ടുന്ന സമ്പത്ത് അതിനെ ഞാൻ ആശ്രയമായി കാണുകയാണ്. എനിക്ക് കിട്ടിയ ജോലി അതിനെ ഞാൻ ആശ്രയമായി കാണുകയാണ്. എനിക്ക് കിട്ടുന്ന ഭൗതിക നന്മകൾ അതിനെ ഞാൻ ആശ്രയമായി കാണുകയാണ്. എനിക്ക് അതുള്ളതുകൊണ്ട് ഞാൻ ജീവിച്ചു പോകുന്നു. അതുള്ളത് കൊണ്ട് എനിക്ക് ഇത്രയും കൃഷി വരുമാനം ഉള്ളത് കൊണ്ട് ഞാൻ ജീവിച്ചു പോകുന്നു. എനിക്ക് പെൻഷൻ ഉള്ളത് കൊണ്ട് ഞാൻ ജീവിച്ചു പോകുന്നു. എൻ്റെ പിള്ളേരെനിക്ക് പൈസ തരുന്നത് കൊണ്ട് ഞാൻ ജീവിച്ചു പോകുന്നു. എനിക്ക് ശമ്പളം ഉള്ളത് കൊണ്ട് ഞാൻ ജീവിച്ചു പോകുന്നു. അത് ആശ്രയമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആശ്രയം എന്ന് പറയുമ്പോൾ അത് വിരൽ ചൂണ്ടുന്ന വലിയൊരു അപകടകരമായ ഒരു കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 15-ാം വാക്യം നമുക്കറിയാവുന്ന വാക്യമാണ്. ലൂക്കോസ് 12:15 എന്താ? സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവിൻ. ഈ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? തൻ്റെ സമ്പത്തിൽ തനിക്കുള്ള ഭൗതിക നന്മയിൽ ആശ്രയം വെക്കുന്നതിനെയാണ് ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കർത്താവ് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഉപമയും കർത്താവ് പറഞ്ഞു. എന്താ? ഒരു മനുഷ്യൻ്റെ കൃഷി നന്നായി വിളഞ്ഞു, അത് കളപ്പുരയിൽ കൂട്ടിവെച്ചു. എന്നിട്ട് അദ്ദേഹം തന്നോട് തന്നെ പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഏറിയ നാളത്തേക്കുള്ള വസ്തുവകകൾ ഞാൻ സ്വരൂപിച്ചു വെച്ചുവല്ലോ, ഇല്ലേ?
നോക്കണം, അദ്ദേഹത്തിൻ്റെ ഭൂമി നന്നായിട്ട് വിളഞ്ഞു എന്ന് പറയുന്നത് തെറ്റാണോ? നമ്മളൊക്കെ കൃഷി ചെയ്യുന്നവരാണ്. ഈ ഒരു വർഷം നല്ല വിളവുണ്ടായി എന്ന് പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല, അതിനകത്ത് പാപമൊന്നുമില്ല. ആ വിളവ് നമ്മൾ കൂട്ടിവെച്ചു എന്ന് പറയുന്നത് തെറ്റാണോ? പക്ഷേ പ്രിയപ്പെട്ടവരെ, അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ആ വിളവ് നോക്കി അദ്ദേഹം അതിൽ ആശ്രയം കണ്ടെത്തി. ഏറിയ നാളത്തേക്കുള്ള വസ്തുവകകൾ ഞാൻ സ്വരൂപിച്ചു വെച്ചുവല്ലോ, എനിക്കിനി പ്രശ്നമില്ല. എത്ര ക്ഷാമം വന്നാലും എനിക്കിനി പ്രശ്നമില്ല. ഞാനൊരു സേഫ് സോണിലാണ്. എന്താ കാര്യം? എനിക്ക് ആശ്രയിക്കാനൊരു വകയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭൗതിക നന്മകൾ നമ്മൾ കലപ്പുരയിൽ കൂട്ടിവെച്ച് അതിൽ ആശ്രയം കണ്ടെത്തുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. ആ മനുഷ്യനെയാണ് നമ്മുടെ കർത്താവ് മുഖത്ത് നോക്കി മൂഢ എന്ന് വിളിച്ചത്. ഓ ഫൂൾ, വിഡ്ഢി എന്നാണ് വിളിച്ചത്. ഇന്നു രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഇത് സുവിശേഷ പ്രസംഗത്തിൽ മാത്രം പറയേണ്ടുന്ന കാര്യമല്ല, ദൈവജനത്തോട് പറയേണ്ടുന്ന കാര്യമാണ്. ഇന്ന് രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്പത്തിൽ നമ്മൾ ആശ്രയം കണ്ടെത്തിയാൽ അത് ദ്രവ്യാഗ്രഹമാണ് എന്നാണ് പറയുന്നത്. പറഞ്ഞപ്പോൾ വേറൊരു ആശയം കൂടി എൻ്റെ മനസ്സിലേക്ക് വേഗം വരികയാണ്. നമുക്കറിയാം ദാവീദിൻ്റെ കാര്യം. ദാവീദ് 30-ാം സങ്കീർത്തനം 6-ാം വാക്യം, സങ്കീർത്തനങ്ങൾ 30-ന്റെ 6-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? 30-ാം സങ്കീർത്തനം 6-ാം വാക്യം, 30-ാം സങ്കീർത്തനം, ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല എന്ന് എൻ്റെ സുഖകാലത്ത് പറഞ്ഞു. ദാവീദ് പറയുകയാണ്, ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. എപ്പോഴാണ് പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ സുഖകാലത്താണ് പറഞ്ഞത്. ഈ സുഖകാലം ഏതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്നാലും നമുക്ക് സംശയരഹിതമായി ചിന്തിക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം അധികാരത്തിൻ്റെ അനന്തസീമയിലിരുന്നപ്പോൾ, രാജസിംഹാസനത്തിലിരുന്നപ്പോൾ, അദ്ദേഹത്തിന് കിരീടമുണ്ടായിരുന്നപ്പോൾ, ചങ്കോലുണ്ടായിരുന്നപ്പോൾ, സൈന്യങ്ങൾ ധാരാളം ഉണ്ടായിരുന്നപ്പോൾ, എല്ലാ ഭൗതികമായ നന്മകളും അദ്ദേഹത്തിനുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ആ സുഖകാലത്ത് താൻ ഒരു കാര്യം പറഞ്ഞു, ഞാനിനി ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. എന്താ കാര്യം? എനിക്കിതൊക്കെ ഉണ്ട്, ഇല്ലേ? 7-ാം വാക്യം ഒന്ന് നോക്കാം. 7-ാം വാക്യം, ഈ 6-ാം വാക്യം 7-ാം വാക്യവും തമ്മിൽ വലിയൊരു ഗ്യാപ്പുണ്ട്. വർഷങ്ങളുടെ ദൈർഘ്യം 6-ാം വാക്യം 7-ാം വാക്യവും തമ്മിൽ ഉണ്ട്. 7-ാം വാക്യത്തിൽ താൻ പറയുന്നത് എന്താ? യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് താൻ വിചാരിച്ചു, എനിക്കിതെല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദാവീദിനൊരു കാര്യം മനസ്സിലായി. ഞാൻ കുലുങ്ങാതെ നിന്നതിൻ്റെ കാരണം, അചഞ്ചലമായി നിന്നതിൻ്റെ കാരണം യഹോവയുടെ പ്രസാദമാണ്. യഹോവയുടെ പ്രസാദമാണ്. എൻ്റെ സിംഹാസനമല്ല എന്നെ പിടിച്ചു നിർത്തിയത്, എൻ്റെ കിരീടമല്ല എന്നെ പിടിച്ചു നിർത്തിയത്, എൻ്റെ അധികാരമോ എൻ്റെ ചങ്കോലോ അല്ല എന്നെ പിടിച്ചു നിർത്തിയത്, എൻ്റെ സൈന്യങ്ങളോ എൻ്റെ സാമ്രാട്ടുക്കളോ അല്ല എന്നെ പിടിച്ചു നിർത്തിയത്, യഹോവയുടെ പ്രസാദമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി ഈ പകലിൽ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നാം ആശ്രയിക്കാവുന്നത് ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെനിക്കൊരു ആശ്രയമാണ്, ഇപ്പോൾ നാം വിചാരിക്കും ഇതുള്ളത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല, ഇപ്പോൾ നാം വിചാരിക്കും ഇതുള്ളത് കൊണ്ട് എനിക്ക് വിഷയമില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവമാണ് നമ്മളെ നിലനിർത്തുന്നത്. നമ്മൾ കർത്താവിൽ മാത്രം ആശ്രയിക്കേണ്ടവരാണ്. വേറെ നമ്മുടെ ആശ്രയം എങ്ങും പോകാൻ പാടില്ല. കർത്താവിൽ മാത്രം ആശ്രയിക്കണം. കർത്താവിൽ മാത്രം ആശ്രയിക്കാതെ ഭൗതികതയിൽ ആശ്രയിച്ച ആ വിഷയത്തെക്കുറിച്ച് ലൂക്കോസ് 12 നമ്മൾ കണ്ടത് അത് ദ്രവ്യാഗ്രഹമാണ് എന്നുള്ളതാണ്. ഞാൻ ഇവിടേക്ക് മടങ്ങി വരട്ടെ. നമ്മൾ കണ്ടത് നമ്മുടെ നിക്ഷേപം എവിടെയാണ് സ്വരൂപിക്കുന്നത് എന്നുള്ളതാണ്. ലോകത്തിൽ നമ്മൾ നിക്ഷേപം സ്വരൂപിച്ചാൽ അതിലൊരാശ്രയം കണ്ടെത്തുകയാണ്. ആശ്രയം കർത്താവ് അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അങ്ങനെ ഒരു ആശ്രയം കണ്ടെത്തണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിൽ ആശ്രയം നമ്മൾ കണ്ടെത്തണമെന്നുള്ളതാണ്. അതാണ് ജീവിതത്തിൻ്റെ മാധുര്യം എന്ന് പറയുന്നത്. ആ കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കി അശ്രുഗണങ്ങൾ പൊഴിക്കുവാൻ നമുക്ക് അപ്പോഴാണ് ഇടയാകുന്നത്. നന്മകൾ കിട്ടുമ്പോൾ ഇരുകരവും നീട്ടി അത് സ്വീകരിക്കുമ്പോൾ അത് ദൈവത്തോട് ഹൃദയം നിറഞ്ഞ് നന്ദി പറയുവാൻ കഴിയുന്നത് അപ്പോൾ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിക്ഷേപം എവിടെയാണ് നമ്മൾ സ്വരൂപിക്കാൻ ആഗ്രഹിക്കുന്നത്? കാലങ്ങൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതൊക്കെ വെളിപ്പെടുവാനായിട്ട് പോവുകയാണ്. കർത്താവ് നമ്മളെ പ്രത്യേകമായിട്ട് സഹായിക്കുമാറാകട്ടെ. രണ്ടാമത്തെ റൂമിലെ പരിശോധന അവസാനിപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ മൂന്നാമത്തെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്.
മൂന്നാമത്തെ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് 24-ാം വാക്യം നമുക്ക് വായിക്കാം. വെസ്റ്റ് 24 24-ാം വാക്യം. ഞാൻ ആരെ സേവിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ റൂമിലെ പരിശോധന. ഞാൻ ആരെ സേവിക്കും. 24-ാം വാക്യം. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയില്ല. ഞാൻ ആരെ സേവിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ റൂമിലെ പരിശോധന എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് ഇവിടെ മുഖവര കൂടാതെ അവിടെ പറയുകയാണ്, രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കഴിയുകയില്ല. കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരു അപ്പീൽ അവിടെ ഇല്ല. എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നെങ്കിൽ അതെൻ്റെ മിഥ്യാധാരണയാണ്. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഒരാളെ സേവിക്കാൻ കഴിയുകയുള്ളൂ. ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ആരെയാണ് സേവിക്കുന്നത് എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ റൂമിലെ പരിശോധന. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ സേവനം ചെയ്യുന്നവരാണ്. നമ്മൾ സേവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിനുവേണ്ടി അങ്ങ് ഉദ്യമിച്ചിറങ്ങി എന്നുള്ളത് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളിലും ഈ സേവനത്തിൻ്റെ വ്യക്താക്കളായി നമ്മൾ തീരുകയാണ്. അപ്പം ഞാൻ ആരെയാണ് സേവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ചോദ്യം. ഇത് മാമോൻ എന്ന് പറയുന്നത് ഗ്രേക്കരുടെ ഐശ്വര്യ ദേവതയാണ് എന്നുള്ളത് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ പണത്തെയാണോ അഥവാ ലോകത്തെയാണോ ഞാൻ സേവിക്കുന്നത്, അതോ കർത്താവിനെയാണോ സേവിക്കുന്നത് എന്ന് ഉള്ളതാണ് ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. രണ്ടുപേരോടും പറ്റിച്ചേരാൻ പറ്റത്തില്ല, രണ്ടുപേരെയും ഒരുമിച്ച് നിരസിക്കാൻ പറ്റത്തില്ല. ഒരാളുടെ ഭാഗത്ത് നമ്മൾ നിന്നേ മതിയാകുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ വാക്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ കർത്താവിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തെ സ്നേഹിക്കുന്ന, മാമോനെ സ്നേഹിക്കുന്ന ആളുകൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, അത് പറ്റത്തില്ല. ഇത് വേർപെട്ട ദൈവമക്കളായി നമ്മളാണ് ഈ കാര്യത്തിൽ വളരെയധികം ഇതിൽ ഒരു അവയർനെസ് ഉള്ളത്, ഒരു ബോധ്യമുള്ളവർ. പ്രിയപ്പെട്ടവരെ, ലോകത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന ആളുകൾ, ദ്രവ്യത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന ആളുകൾ, അവർ ദൈവത്തിൽ നിന്ന് അകലപ്പെട്ടവരാണ് എന്നുള്ള സംശയമില്ല. കാരണം എന്താ? രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും, ഒരാളോട് പറ്റിച്ചേരും, മറ്റവരെ ആളിനെ നിരസിക്കും. രണ്ടുപേരോടും പറ്റിച്ചേർന്ന് ജീവിക്കാൻ ആർക്കും സാധിക്കയില്ല. ഈ കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ നടുവിൽ നിൽക്കാനായിട്ട് ചില ആളുകൾ പറയാറുണ്ട്, ഞാനങ്ങ് ദൈവരാജ്യത്തോട് അത്ര അടുത്തവനുമല്ല, പിന്നെന്താ ഞാൻ അത്ര അകന്നവനുമല്ല. അങ്ങനൊരു കാര്യം ഇവിടെയില്ല. ഒന്നുകിൽ നമ്മൾ ദൈവത്തോട് അടുത്തവൻ, അല്ലെങ്കിൽ ദൈവത്തോട് അകന്നവൻ. കർത്താവിൻ്റെ ഏത് കാര്യം അങ്ങനെയാ അല്ലേ? ഒന്നുകിൽ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഒന്നുകിൽ ദൈവവൈതൽ, അല്ലെങ്കിൽ പിശാചിൻ്റെ മകൻ. ഒന്നുകിൽ സ്വർഗത്തിൻ്റെ അവകാശി, അല്ലെങ്കിൽ നരകത്തിൻ്റെ അവകാശി. ഇതിന് രണ്ടിനും മധ്യത്തിൽ ഒരു അവസ്ഥ ബൈബിൾ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. അപ്പം ഞാൻ ആരെയാണ് സേവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ചിന്തനീയമായ വസ്തുത എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ആരെയാണ് സേവിക്കുന്നത്? എൻ്റെ സമയം, എൻ്റെ അധ്വാനം, എൻ്റെ പണം, എൻ്റെ ബുദ്ധി, എൻ്റെ ജ്ഞാനം, ഇതിലൂടെയൊക്കെ ഞാൻ ആരെയാണ് സേവിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യം നമുക്കറിയാം. മത്തായി 16:26 കാണാൻ അറിയാവുന്ന വാക്യമാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ഇതിൻ്റെ മൂലഭാഷയിലുള്ള അർത്ഥം പലർക്കും അറിയാം. തൻ്റെ ജീവനെ നഷ്ടമാക്കുകയും എന്നുള്ളത് അവിടുത്തെ ആശയം എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തെ നഷ്ടമാക്കുകയും ചെയ്താൽ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും വിശ്വാസികളോടുള്ള ബന്ധത്തിലുള്ള ഒരു ആലോചനയായിട്ട് തന്നെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. നമ്മളത് സുവിശേഷ സന്ദേശത്തോടുള്ള ബന്ധത്തിലും പറയാറുള്ളതാണ്, അത് തെറ്റെന്നല്ല. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടി, പക്ഷെ തൻ്റെ ജീവിതത്തെ എന്ത് ചെയ്തു? ജീവിതത്തെ എങ്ങനെ നഷ്ടപ്പെടുത്തി എന്നാണ് നമ്മൾ കാണുന്നത്. ഒരുത്തൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ, ഇല്ലേ? അപ്പം എന്നെ തന്നെ ത്യജിക്കാൻ എനിക്ക് മനസ്സില്ല. കർത്താവ് തന്നിരിക്കുന്ന ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിപ്പാൻ എനിക്ക് മനസ്സില്ല. അങ്ങനെയുള്ള ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. എന്താ? അവരവരുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി. എന്നെ തന്നെ ത്യജിക്കാൻ എനിക്ക് മനസ്സില്ല.
ഞാൻ അതുകൊണ്ട് കർത്താവിന് പിന്നാലെ പോകാൻ മനസ്സില്ല. കർത്താവിനെ ഒരാൾ സേവിക്കുകയാണെങ്കിൽ ക്രൂശ് എടുക്കാതെ വേറെ മാർഗ്ഗമില്ല. ആ ക്രൂശ് എടുത്തുകൊണ്ടാണ് നസ്രയത്തുകാരന് പിന്നാലെ പോകേണ്ടുന്നത്. എനിക്കതിന് മനസ്സില്ല. കാരണം ഞാൻ കർത്താവിനെ പൂർണ്ണമായും സേവിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരുടെയും ജീവിതത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഒരൊറ്റ ജീവിതം മാത്രമല്ലേ നമുക്കുള്ളൂ. നമ്മൾ പരിശോധത്തിലും ഒക്കെ ചോദിക്കുന്ന പോലെ ഒരൊറ്റ ജീവിതം മാത്രമല്ലേ നമുക്കുള്ളൂ. ആ ജീവിതത്തെ നമ്മൾ ആരും നഷ്ടപ്പെടുത്തരുത്. ഇത് നസ്രയത്തുകാരന് വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ഈ ക്രൂശ് എടുക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. തന്നെത്താൻ ത്യജിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. നമുക്ക് ലോകം വേണ്ട, എൻ്റെ കർത്താവ് മതി എന്നുള്ള ആ നിശ്ചയദാർഢ്യം നമുക്ക് ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ആരെയാണ് സേവിക്കുന്നത് എന്നുള്ളതാണ് മൂന്നാമത്തെ റൂമിലെ പരിശോധന എന്ന് പറയുന്നത്. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ, ഫിലിപ്പിയർ 1:22 പറയുന്നുണ്ട്, ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കണോ മരിക്കണോ, ജീവിച്ചിരിക്കണോ മരിക്കണോ, ഇത് രണ്ടിനാലും ഞാൻ ഞെരുങ്ങുകയാണ്. പൗലോസ്, നിനക്ക് ഏതാണ് കൂടുതൽ ആഗ്രഹം എന്ന് ചോദിച്ചാൽ എന്താ പൗലോസ് പറയുന്നത്? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആകാനാണ്, ഇരിക്കാനാണ് എനിക്ക് കൂടുതൽ ആഗ്രഹം. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത് തന്നെ, അല്ലേ? പക്ഷെ പൗലോസ് ഇവിടെ പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ ജീവിച്ചിരിക്കാം, വേണമെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കാം. എനിക്ക് വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടെ പോകാനാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഞാൻ വേണമെങ്കിൽ ജീവിച്ചിരിക്കാം. പക്ഷെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് 3 വ്യവസ്ഥകൾ പൗലോസ് പറയുന്നുണ്ട്. തന്നോട് തന്നെ പറയുക, 3 വ്യവസ്ഥകൾ പറയുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ജീവിച്ചിരിക്കാം, പക്ഷെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 3 കാര്യങ്ങൾ നടക്കണം. എന്തൊക്കെയാണ് ഈ 3 കാര്യങ്ങൾ? 1-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം, ഫിലിപ്പിയർ 1:20, ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയേ ഉള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് കർത്താവ് എൻ്റെ ശരീരത്തിലൂടെ മഹത്വപ്പെടണം. എൻ്റെ ശരീരത്തിലൂടെ കർത്താവ് മഹത്വപ്പെടണം. കർത്താവ് ശരീരത്തിലൂടെ മഹത്വപ്പെടണം. ഞാൻ വേണമെങ്കിൽ ജീവിച്ചിരിക്കാം, എനിക്ക് മരിക്കാനാണ് ഇഷ്ടം, വേണമെങ്കിൽ ജീവിച്ചിരിക്കാം. പക്ഷെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒന്നാമത് സാധിക്കേണ്ട കാര്യം എൻ്റെ കർത്താവ് എൻ്റെ ശരീരത്തിലൂടെ മഹത്വപ്പെടണം. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തിലും വലിയ ആഗ്രഹമായിരിക്കണം. എൻ്റെ ശരീരത്തിലൂടെ എൻ്റെ കർത്താവ് മഹത്വപ്പെടണം. ഇന്നലെ ആരോ ദേവദാസൻ പറയുകയുണ്ടായി, നമ്മളിൽ കൂടുതൽ ആളുകൾക്ക് ഇപ്പോൾ സഭകളിലൊക്കെ സഭയ്ക്കകത്തുള്ള മീറ്റിങ്ങിനോടാണ് കൂടുതൽ താല്പര്യം. സഭയ്ക്കകത്തുള്ള മീറ്റിങ്ങിനോടാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് വന്നു, പാട്ടൊക്കെ പാടി, ടീ ബ്രേക്ക് കഴിഞ്ഞു, വചന ശുശ്രൂഷ കഴിഞ്ഞു, ഫുഡും കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നു. എന്നാൽ പുറത്തേക്ക് ഇറങ്ങുവാൻ അധികം ആളുകൾക്ക് താല്പര്യമില്ല. ആരോഗ്യമുള്ളവർ, കരുത്തുള്ളവർ, ബുദ്ധിയുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, ഒരുപാട് പേർക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ താല്പര്യമില്ല. ആത്മാക്കളുടെ അടുക്കലേക്ക് ചെല്ലാൻ താല്പര്യമില്ല. സുവിശേഷവുമായി ചെല്ലാൻ താല്പര്യമില്ല. പ്രിയപ്പെട്ടവരെ, ഈ ശരീരം കൊണ്ട് കർത്താവിന് നാമം മഹത്വപ്പെടുത്തണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹമാണ്. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഈ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യണം. നമുക്കറിയാം, സഭാഗോള് തുറക്കുകയും അത് തൂക്കുകയൊക്കെ ചെയ്യുന്നവർ സ്ഥിരമായിട്ട് പലയിടത്തും ഒരാളാണ് ചെയ്യുന്നത്. ചിലയിടത്തൊക്കെ വ്യത്യാസമുണ്ട്. എന്നാൽ അവർക്കറിയാം അതിൻ്റെ നന്മ എന്താണെന്നില്ലേ. ഓരോരുത്തരും അതിന് കടപ്പെട്ടവരാണ്. ആരോഗ്യമുള്ളവർ അതിനുവേണ്ടി തയ്യാറാകണം. സഭയിൽ ആഹാരം പാകം ചെയ്യുവാൻ, സഭയുടെ ഭൗതിക കാര്യങ്ങൾ നോക്കുവാൻ ഓരോരുത്തരും തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം. ഈ ശരീരം കൊണ്ട് ദൈവത്തിന് നാമം മഹത്വപ്പെടണം. ഈ ശരീരത്തിൻ്റെ ആയുസ്സും ആരോഗ്യവും ഒക്കെ നമ്മുടെ പറമ്പിൽ ഇത് കത്തിയെരിഞ്ഞ് തീരാനുള്ളതല്ല. ഇത് കേരള ഗവൺമെൻറ്റിനോ സെൻട്രൽ ഗവൺമെൻറ്റിനോ അറബിക്കോ ഇത് തീർത്ത് കളയാനുള്ളതല്ല. ഈ ശരീരത്തിൻ്റെ ആരോഗ്യം നമ്മുടെ കർത്താവിന് വേണ്ടി കൂടെ ഉള്ളതാണ്. അതാരും മനസ്സിലാക്കാതെ പോകരുത്. ബഹുമാന്യ ദൈവമക്കളെ, ഈ ശരീരം കൊണ്ട് കർത്താവിന് വേണ്ടി എത്രമാത്രം പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. പൗലോസ് പറയുകയാണ്, ഞാൻ വേണമെങ്കിൽ ജീവിച്ചിരിക്കാം. ജീവിച്ചിരുന്നാൽ സാധിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം അതിന് 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ, എൻ്റെ വേലയ്ക്ക് സുവിശേഷ വേലയ്ക്ക് ഫലം വരണം. ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ ജീവിത മുഖാന്തരം സുവിശേഷ വേലയ്ക്ക് ഫലം വരണം. അത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്.
മൂന്നാമത്തെ കാര്യം പൗലോസ് പറയുന്നത് 25-ാം വാക്യത്തിലാണ്. ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ജീവിച്ചിരിക്കാം. പക്ഷെ സാധിക്കേണ്ടത് മൂന്നാമത്തെ കാര്യം, ദൈവജനത്തിന്, കൂട്ടുവിശ്വാസികൾക്ക് അവർക്ക് ആത്മീക അഭിവൃദ്ധി ഉണ്ടാകണം, അവർക്ക് സന്തോഷമുണ്ടാകണം, അവർക്കൊരു ആത്മീക ഉയർച്ച ഉണ്ടാകണം. അതിനുവേണ്ടി ഞാൻ ജീവിച്ചിരിക്കാം. പ്രിയപ്പെട്ടവരെ, എത്ര നല്ല ആഗ്രഹമാണ് നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ മുഖാന്തരം നമ്മുടെ കൂട്ടുവിശ്വാസികൾക്ക് എത്രമാത്രം നന്മ ഉണ്ടാകുന്നുണ്ട്, എത്രമാത്രം സന്തോഷമുണ്ടാകുന്നുണ്ട്. കർത്താവ് നമ്മളെ പ്രത്യേകമായിട്ട് സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതം മുഖാന്തരം കർത്താവിൻ്റെ നാമം മഹത്വപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമ്മളിവിടെ കണ്ടത് ഞാൻ ആരെയാണ് സേവിക്കുന്നത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവപുത്രനെ സേവിക്കുവാൻ നമ്മൾ നമ്മുടെ ജീവിതം സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ആ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതാണ്. ഞാൻ ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് പത്തനംതിട്ട ബ്രദറൻ സഭാ ഹാളിൽ ഒരു ക്ലാസ് നടക്കുകയുണ്ടായി. ആ ക്ലാസ്സിൽ അന്ന് വചനം സംസാരിച്ച ദൈവദാസൻ എല്ലാവർക്കും പരിചിതമായൊരു വാക്യമാണ് വായിച്ചത്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ഞാൻ പക്ഷേ ആ സന്ദേശം കേട്ടപ്പോൾ എൻ്റെ ഹൃദയം ആകെ തകർന്നു പോയ ഒരു അവസ്ഥയായിരുന്നു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിത മുഖാന്തരം ഞാൻ മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ സഹായിക്കണമേ കർത്താവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിതത്തിൽ ഈ വാക്ക് വളരെ ചലനമുളവാക്കി. പ്രിയപ്പെട്ടവരെ, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ. നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ കാര്യം നമ്മുടെ കർത്താവ് തന്നെ ആയിരിക്കണം. നാളിതുവരെയായി എൻ്റെ ജീവിതത്തിന് മുൻഗണന എൻ്റെ കർത്താവിന് തന്നെ കൊടുത്ത് ജീവിക്കുവാൻ ഒരളവോളം എനിക്കിടയായിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ആ ചെറു സമയത്ത് തന്നെ നമുക്കൊരു തീരുമാനമെടുക്കുവാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഭാഗ്യം നമ്മുടെ ജീവിതത്തിലില്ല. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ആരെയാണ് സേവിക്കുന്നത്? കർത്താവിനെ സേവിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തിയേ മതിയാകെയുള്ളൂ. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഭാര്യയും ഭർത്താവും കൂടി കുറച്ച് ട്രാക്റ്റൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങണം. വല്ലപ്പോഴും ഒക്കെ അടുത്തുള്ള വീടുകളിലൊക്കെ പോകണം. ഭാര്യയും ഭർത്താവും കൂടെ അടുത്തുള്ള വീടുകളിൽ പോയാൽ പലരും വേണ്ട എന്നൊന്നും പറയത്തില്ല, പലരും പരിചയക്കാരായിരിക്കും. പോകണം പ്രിയപ്പെട്ടവരെ. ഈ സന്ദേശം നമ്മൾ മറ്റുള്ളവരോട് അറിയിക്കണം. നമ്മുടെ കർത്താവിനെ ഏതെല്ലാം നിലകളിൽ നമുക്ക് സേവിക്കാൻ പറ്റുമോ ആ നിലകളിലൊക്കെ സേവിക്കാൻ നമ്മൾ തയ്യാറാകണം. മൂന്നാമത്തെ റൂമിലെ പരിശോധന ഞാൻ ആരെയാണ് സേവിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ പരിശോധനയുടെ വിഷയം മറന്നു പോകരുത്. കണ്ണ് ചൊവ്വുള്ള കണ്ണാണോ കേടുള്ള കണ്ണാണോ? 3 റൂമിലെ പരിശോധന കഴിഞ്ഞു. ഇനി 4ാമത്തെ റൂമിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കൊണ്ടുപോവുകയാണ്. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കുന്നു. 4ാമത്തെ റൂമിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുവന്നു. 25-ാം വാക്യം, വേഴ്സ് 25, 25-ാം വാക്യം, നാം വിചാരപ്പെടുന്നവരാണോ എന്നുള്ളതാണ് 4ാമത്തെ റൂമിലെ പരിശോധന. 25-ാം വാക്യം, ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിൽ നമ്മൾ വിചാരപ്പെടുന്ന ആളുകളാണോ? വിചാരപ്പെട്ടു പോകാൻ സാധ്യത നമുക്കുണ്ട്. കാരണം അങ്ങനെ ഒരു ശരീരത്തിലാണ് നമ്മൾ വസിക്കുന്നത്, അങ്ങനെ ഒരു ചുറ്റുപാടുകളിലാണ് നമ്മളായിരിക്കുന്നത്. ഓരോ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ വിചാരപ്പെട്ടു പോകാൻ നമുക്ക് സാധ്യതയുണ്ട്. പക്ഷേ 4ാമത്തെ റൂമിലെ പരിശോധന, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരപ്പെട്ടു പോകുന്നവരാണോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. എന്ന് പറഞ്ഞാൽ വിചാരപ്പെടേണ്ട ആവശ്യമില്ല എന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുകയാണ്. നമ്മൾ വിചാരപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ കണ്ണ് ചൊവ്വുള്ള കണ്ണല്ല. നമ്മുടെ കണ്ണ് ചൊവ്വുൾ, കാരണം ഇവിടെ ഉള്ളത് മാത്രമേ എനിക്ക് നോക്കാനായിട്ട് കാണാനായിട്ട് കഴിയുന്നുള്ളൂ. ഉയരത്തിലെ അനന്തമായ സീമകൾ, അനന്തമായ സീമയ്ക്കപ്പുറത്തുള്ള കാര്യങ്ങൾ കാണുവാൻ എനിക്ക് കഴിയുന്നില്ല. അപ്പം നമ്മൾ വിചാരപ്പെടുന്നവരാണോ എന്നുള്ളതാണ് ഈ 4ാമത്തെ റൂമിലെ പരിശോധന. നമ്മൾ വിചാരപ്പെടരുത് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളവിടെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് വിചാരപ്പെടരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ 25-ാം വാക്യത്തിൻ്റെ അവസാനം വിചാരപ്പെട്ടാലുള്ള ഒരു നഷ്ടം അവിടെ പറയുന്നുണ്ട്. 25-ാം വാക്യത്തിന് അവസാനം, ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? നോക്കിയ പിന്നെ
ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വരുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അവിടെ ഈ കാര്യം കുറച്ചുകൂടി നമ്മുടെ കർത്താവ് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിന് 23-ാം വാക്യം, ഞാൻ നിങ്ങളോട് പറയുന്നത് ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ എന്ന് പറഞ്ഞാൽ, നമ്മൾ വിചാരപ്പെടരുത് എന്ന് പറഞ്ഞാൽ വിചാരപ്പെടുന്നത് കൊണ്ടുള്ള നഷ്ടം എന്താ? ഒരുപാട് ആത്മീക നന്മകൾ നഷ്ടപ്പെടും എന്നുള്ളതാണ് അവിടുത്തെ ആശയം. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? ആഹാരത്തേക്കാൾ ജീവനും. എന്തിനാ ആഹാരം കഴിക്കുന്നത്? ജീവൻ നിലനിർത്താൻ വേണ്ടി അല്ലേ? ഈ ആഹാരത്തിന് വേണ്ടി വിചാരപ്പെട്ട് നഷ്ടപ്പെടുത്തുന്നത് എന്താ? അയ്യോ, എന്തൊരു സങ്കടമല്ലേ. ഈ നമ്മൾ തെക്കൊക്കെ പറയാറുണ്ട്, എലിയെ പേടിച്ച് ഇല്ലം ചുട്ടു എന്ന് പറയാറുണ്ടല്ലേ. എന്ന് പറഞ്ഞാൽ ആഹാരത്തിന് വേണ്ടി വിചാരപ്പെട്ട് ഈ ശരീരം അങ്ങ് നശിപ്പിക്കുക. എന്തോ ഒരു സങ്കടമാണ് അല്ലേ. അടുത്തത് ഉടുപ്പിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി വിചാരപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുത്തുക അല്ലേ. ആഹാരത്തിന് വേണ്ടി വിചാരപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുക. അടുത്തത് ഉടുപ്പിന് വേണ്ടി വിചാരപ്പെടുക. അയ്യോ, എന്തിനാ ഉടുപ്പ് ഈ ശരീരത്തിലിടാൻ? വിചാരപ്പെട്ട് നഷ്ടപ്പെടുന്നത് എന്താ? ഈ ശരീരമാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ കർത്താവ് ഇതിലൂടെ പറയുന്ന വലിയൊരു ആത്മീയ ആശയം എന്ന് പറയുന്നത്, നമ്മൾ വിചാരപ്പെടുന്നത് കൊണ്ട് ചെറിയ കാര്യങ്ങൾക്കായിരിക്കാം വിചാരപ്പെടുന്നത് ഇല്ലേ, നിസ്സാര കാര്യങ്ങൾ, പക്ഷെ നഷ്ടപ്പെടുന്നത് വളരെ ശ്രേഷ്ഠമേറിയ കാര്യങ്ങളാണ്. അയ്യോ, എത്രയോ സങ്കടകരമായ കാര്യമാണ്. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വിചാരപ്പെട്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഒരുപാട് അനന്തമായ നന്മകൾ നാം നഷ്ടപ്പെടുത്തി കളയുകയാണ്. അത് പാടില്ല, അനുവദനീയമല്ല എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുകയാണ്. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ മുന്നോട്ട് പോയാലും നാം വിചാരപ്പെടരുത് എന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നമ്മൾ വിചാരപ്പെടരുത് എന്ന് പറയുന്നതിൻ്റെ 26-ാം വാക്യത്തിൻ്റെ മധ്യഭാഗം, അവിടെ എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെപ്പരുന്നു. രണ്ടാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്കൊരു പിതാവുണ്ട് എന്നുള്ളതാണ്. നമുക്കൊരു പിതാവെന്ന് പറയുമ്പോൾ അത് കരുതലിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. സംരക്ഷണയാണ് സൂചിപ്പിക്കുന്നത്, സ്നേഹത്തെയാണ്, കരുണയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കൊരു പിതാവുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മയെക്കാളധികം നമ്മുടെ ഭാരങ്ങൾ അറിയുന്ന, നമ്മുടെ വേദനകൾ അറിയുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരപ്പെടേണ്ട. നമ്മുടെ എല്ലാ ഭാരങ്ങളും അവൻ്റെ മേലിറക്കി വെക്കുവാൻ വചനം നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ആയിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. നാം ഇവിടെ കണ്ടത് നമ്മുടെ കണ്ണ് ചൊവ്വുള്ള കണ്ണാണോ കേടുള്ള കണ്ണാണോ എന്നുള്ളതാണ്. നമ്മുടെ കണ്ണ് ചൊവ്വുള്ള കണ്ണായിരിക്കണം എന്ന് തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതെങ്ങനെ അറിയാം? എങ്ങനെ? ഒന്നാമത്തെ റൂമിലെ പരിശോധന നമ്മുടെ മനോഭാവങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. ആരും അറിയാത്ത നമ്മുടെ മനോഭാവം, ഒരു മനുഷ്യന് പോലും മനസ്സിലാക്കാത്ത നമ്മുടെ മനോഭാവം സ്വർഗത്തിലെ ദൈവം അറിയുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കർത്താവിന് വേണ്ടി ഏത് കാര്യം ചെയ്താലും, കർത്താവിൻ്റെ നാമത്തിൽ ഏത് കാര്യം ചെയ്താലും നമ്മുടെ മനോഭാവം വളരെ പ്രസക്തിയുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആലോചനകളാണ് അന്ന് വെളിപ്പെട്ട് വരുന്നത്. നമ്മുടെ മനോഭാവങ്ങൾ തെറ്റായിട്ട് നമ്മൾ ഒരുപാട് അധ്വാനിച്ചാലും ഒരു പ്രയോജനവുമില്ല എന്ന് ദൈവവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. മനോഭാവങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ എന്നെ മനോഭാവങ്ങളെ മാറ്റം വരുത്തുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ റൂമിലെ പരിശോധന ഞാൻ എവിടെ നിക്ഷേപിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ റൂമിലെ പരിശോധന ഞാൻ ആരെയാണ് സേവിക്കുന്നത് എന്നുള്ളതാണ്. നാലാമത്തെ റൂമിലെ പരിശോധന എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ ഞാൻ വിചാരപ്പെടുന്ന വ്യക്തിയാണോ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ 4 ചിന്തകളിലൂടെ നമുക്ക് തന്നെ മരുന്ന് എഴുതാൻ പറ്റും. നമുക്ക് തന്നെ ഒരു തീരുമാനം, ഫൈനലായിട്ടൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റും. എന്താ? എൻ്റെ കണ്ണ് ചൊവ്വുള്ള കണ്ണാണോ കേടുള്ള കണ്ണാണോ? ഇതിന് നമ്മൾ അയ്യോ ഞാനിത് എവിടെ എങ്ങനെ പോയി എങ്ങനെ നോക്കും? ഇനി വില്യം മക്ഡൊണാൾഡിൻ്റെ കമൻട്രിയൊക്കെ കുറേ ദിവസം ഇരുന്ന് പഠിച്ചിട്ട് ഞാനൊരു തീരുമാനം, ഒന്നും വേണ്ട. ഇപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റും, ഇപ്പം തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റും, എൻ്റെ കണ്ണ് ചൊവ്വുള്ള കണ്ണാണോ കേടുള്ള കണ്ണാണോ? പ്രിയപ്പെട്ടവരെ, കേടുള്ള കണ്ണാണെങ്കിൽ അതിന് പരിഹാരം വരുത്തിയേ പറ്റുകയുള്ളൂ. ഈ അന്ത്യനാളിൽ അതിന് പരിഹാരം വരുത്താതിരിക്കാൻ സാധ്യമല്ല. നമുക്കറിയാം, നമ്മുടെ നാഥൻ്റെ മടങ്ങിവരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. കാഹളത്തിൻ്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങുവാൻ ഇനി നാളുകൾ അധികമില്ല. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ കർത്താവ് വരുവാൻ ഇനിയധികം നാളുകൾ. നമുക്കറിയാം, ഒലിവുമലയിൽ നിന്ന് കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ ദൂതന്മാർ അവരോട് വിളിച്ചു പറഞ്ഞു എന്താ? ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നു. അവർ നോക്കണം. അവർക്ക് കർത്താവിനെ കാണാൻ പറ്റുന്നില്ല, മേഘം മൂടി കാണാൻ പറ്റുന്നില്ല. എന്നിട്ടും അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നോക്കിക്കുക. വാസ്തവത്തിൽ ആ നോട്ടം ഇന്നും അവസാനിച്ചിട്ടില്ല. നമ്മളും നോക്കി നിൽക്കുക. അയ്യോ കർത്താവെ, അവിടുന്ന് പോയല്ലോ, അവിടുന്ന് പോയതുപോലെ എന്നാണ് വരുന്നത്? എന്നെ എന്നാണ് അങ്ങോട്ട് സന്നിധി ചേർക്കുന്നത്? എൻ്റെ കഷ്ടതയും എൻ്റെ വേദനയും എൻ്റെ ദുഃഖവും എൻ്റെ അല്ലലും അലച്ചിലുമൊക്കെ എന്നാണ് തീരുന്നത്? ഞാൻ അങ്ങയോടുകൂടെ എന്നാണ് നിത്യം വസിക്കാനായിട്ട് പോകുന്നത്? നമ്മൾ നോക്കി നിൽക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും സമാഗതമായിരിക്കുകയാണ്. ഇനി അടുത്ത മാസയോഗം അങ്കമാലി കിഴക്കേ സഭയിൽ നടക്കുമോ ഇല്ലയോ നമുക്കറിയയില്ല. നമ്മളിനി ഒരുമിച്ച് എല്ലാവരും കൂടാൻ പറ്റുമോ ഇല്ലയോ നമുക്കറിയയില്ല. നമ്മുടെ നാഥൻ്റെ മടങ്ങി വരവ് അത്രമാത്രം വാതുക്കലായിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ നമുക്ക് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ അതിന് ശരിയായ വിധി നിർണ്ണയിക്കേണ്ടത് അത്യാവശ്യമാണ്. തിരുത്തൽ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും ഞാൻ അറിയിച്ചുകൊണ്ട് ഈ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നു വന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇതുവരെയും ദൈവീയ സാന്നിധ്യത്തിൻ്റെ മറവിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. അതോർത്ത് നന്ദിയോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മെ തന്നെ പരിശോധിക്കുവാനും ഈ കേട്ട 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിചിന്തനം ചെയ്ത് നല്ല ഒരു തീരുമാനമെടുത്ത് ദൈവത്തിനായിട്ട് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ മനോഭാവങ്ങളെ അറിയുന്ന ഒരു ദൈവം ഉയരത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നമ്മുടെ നിക്ഷേപം എവിടെ എന്ന് നമ്മെ തന്നെ പരിശോധിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നാം ആരെയാണ് സേവിക്കുന്നത്? ആ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പുനഃപരിശോധന ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. യോശുവ പറഞ്ഞ പോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവത്തെ കൂടുതലായി സ്നേഹിച്ച് സേവിച്ച് മുന്നോട്ട് പോകുവാൻ കൽപ്പിക്കപ്പെട്ട ആലോചനകളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവസാനമായി നാം ചിന്തിച്ചു, വിചാരപ്പെടുവാനായിട്ട് നമുക്ക് ആവശ്യമില്ല. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രയേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ കരുതുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം വിചാരപ്പെടുന്നതിനാൽ ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയുകയില്ല. നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്നൊരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ഞങ്ങളെക്കുറിച്ചുള്ള നിൻ്റെ വിചാരങ്ങൾ എത്ര വലിയത്. ദൈവം നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്നു. അതുകൊണ്ട് നാം വിചാരപ്പെടാതെ കർത്താവിന് വേണ്ടി കൂടുതലായിട്ട് ജീവിപ്പാൻ നമ്മെ തന്നെ ദൈവവചനത്തിൻ്റെ മുമ്പാകെ പരിശോധിച്ച് കുറവുകളെ കണ്ടെത്തി ദൈവത്തിനായിട്ട് ജീവിപ്പാൻ ഇന്ന് കേൾപ്പിക്കപ്പെട്ട വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെയും ശുശ്രൂഷകളെയും തുടർന്നും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഈ സ്ഥലം സഭയിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ഷാജി സോരം മുന്നോട്ട് വന്ന് നന്ദിയുടെ ചില വാക്കുകൾ പറയും. അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ PV ബെഞ്ചമിൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ സെക്ഷൻ അവസാനിക്കും. അതിനുശേഷം ഒന്ന് നടുക്കിലേക്കിട്ട് നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് നിന്ന സഹോദരന്മാർക്ക് മാത്രം അന്യോന്യം കൈ കൊടുത്ത് നമുക്കൊരു പാട്ട് പാടി പ്രാർത്ഥിച്ച് നമുക്ക് പിരിഞ്ഞു പോകാം. ദൈവം പിതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. വളരെ വർഷങ്ങൾക്ക് കൊറോണ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നിച്ചിങ്ങനെ ആയിരിക്കാൻ തക്കവണ്ണം കഴിഞ്ഞ 2 ദിവസം ശുഭവും മനോഹരവുമാകുന്ന ഈ അവസ്ഥയെ സന്തോഷകരമായ ദൈവമക്കൾ ഒന്നിച്ച് ആയിരിക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയതോർത്ത് വലിയവനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം അനുഗ്രഹിക്കപ്പെട്ടതാവുന്ന നിലയിൽ ദൈവവചനം പറയുവാൻ പ്രിയദാസനെ അവിടുന്ന് ഉപയോഗിച്ചു. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുകയാണ് അവൻ്റെ മഹത്വത്തിനായിട്ട്. ഇന്നും നമുക്ക് ആ നിലയിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ചിന്ത ആ 4 മുറികളിലൂടെ നമുക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ആ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം നമുക്ക് വിളമ്പിത്തന്ന ദൈവത്തിൻ്റെ ദൂത് നമ്മളെ കേൾപ്പിച്ച
ദൈവദാസനോടുള്ള നന്ദി സഭയുടെ പേരിൽ, ഒരാക്കര സഭയുടെ പേരിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. മാത്രമല്ല, ഇവിടെ കടന്നു വന്ന് ഈ പ്രവർത്തനത്തെ ഇത്രമേൽ അനുഗ്രഹപൂർണ്ണമാക്കിയ എല്ലാ ദൈവസഭയിൽ നിന്നും വന്നിരിക്കുന്ന ദൈവദാസന്മാർ, പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഞങ്ങളുടെ സഭയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നലെ പ്രവർത്തനങ്ങൾക്കായിട്ട് കടന്നു പോവുകയും ആ നിലയിൽ കവലകളിലൊക്കെ നിന്ന് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് കാലാവസ്ഥ വളരെ അനുകൂലമാക്കിയ ദൈവത്തിന് വീണ്ടും നന്ദി പറയുകയാണ്. മാത്രമല്ല, ഇത്രത്തോളം നിങ്ങൾ വളരെ ദൂരെ നിന്നൊക്കെ കടന്നു വന്ന് പല രീതിയിലുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും പ്രിയ മത്തായിയേട്ടനെയൊക്കെ ആ നിലയിൽ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ദാസനെയൊക്കെ കാണുവാൻ ദൈവം ഇടയാക്കിയത് ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ എല്ലാവരും കടന്നു വന്ന് ഇത് സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദിയെ സഭയുടെ പേരിൽ അറിയിക്കുകയാണ്. മാത്രമല്ല, നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിച്ച് വളരെ സംതൃപ്തിയോടുകൂടി മാത്രമേ കടന്നു പോകാവൂ, നന്നായി കഴിച്ച് പോകണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, അപേക്ഷിക്കുന്നു. എൻ്റെ ഈ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം, 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 സ്തോത്രം. സർവകൃപാലുവായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത പ്രകാരം ഇന്നലെയും ഇന്നുമായിട്ട് ഞങ്ങൾക്ക് ഇത്രയും സഹോദരന്മാർക്ക് വരാക്കരയുടെ പ്രദേശത്തേക്ക് കടന്നു വരുവാനും കർത്താവെ ഞങ്ങൾക്ക് വീടുകൾ തോറും അതുപോലെ പരസ്യമായും കർത്താവിൻ്റെ വചനം അറിയിപ്പാനും കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് കാലാവസ്ഥയെ അവിടുന്ന് അനുകൂലമാക്കി തന്നതുകൊണ്ട് സ്തോത്രം. മാത്രമല്ല, ദൈവവചനം ഞങ്ങൾക്ക് 3 പ്രാവശ്യമായിട്ട് പഠിക്കുവാൻ അവിടുന്ന് ഇടയാക്കിയതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ ബലഹീനദാസനെ കർത്താവ് ബലപ്പെടുത്തി ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇന്നലെ ചിന്തിക്കുവാനായിട്ടിടയായിത്തീർന്നു. ഞങ്ങൾ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ്. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കണം ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞു. അതെ, ഇന്ന് ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞു. ഞങ്ങളുടെ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ്. ആ കണ്ണ് പ്രകാശമുള്ളതായിരിക്കണമെന്നുള്ളത് ഞങ്ങൾക്ക് ഓർക്കുവാനായിട്ട് കഴിഞ്ഞു. കണ്ണ് കേടുള്ളതാകാനുള്ള കാരണങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞു. ഞങ്ങളുടെ മനോഭാവം ശരിയാകണമെന്നുള്ളത് ഞങ്ങൾക്ക് ഓർക്കുവാനായിട്ട് സാധിച്ചു. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ ആശ്രയം ഞങ്ങളുടെ നിക്ഷേപത്തിലായിരിക്കുവാനായിട്ട് പാടില്ല എന്നുള്ളത് കർത്താവെ ഞങ്ങൾക്ക് ഓർക്കുവാനായിട്ടിടയായിത്തീർന്നു. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാത്തവരായിട്ട് ജീവിക്കണമെന്നുള്ള ആ വലിയ സന്ദേശം ഞങ്ങളെ അവിടുന്ന് കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. അവിടുത്തെ ദാസൻ കർത്താവെ പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ ദൈവത്തിൻ്റെ ആലോചന മുഴുവനായിട്ട് ഞങ്ങളെ കേൾപ്പിക്കുവാൻ അവിടുന്ന് പ്രസാദിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങയുടെ ദാസനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച ഈ ആലോചനകൾ അനുസരിച്ച് വരുന്ന ദിവസങ്ങളിൽ ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് അടിയങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ സഭയ്ക്കകത്തുള്ള യോഗങ്ങൾ മാത്രം കൊണ്ട് തൃപ്തിപ്പെടാതെ സഭയുടെ വെളിയിലേക്ക് ഇറങ്ങുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന സുവിശേഷകന്മാർക്ക് മാത്രമല്ല, രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും കർത്താവെ മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് പറയാനുള്ള കടപ്പാടുണ്ടെന്ന് ഞങ്ങൾക്ക് ഓർക്കുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് കർത്താവെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആ കടപ്പാട് അവിടെ ഞങ്ങൾക്ക് ബോധ്യമാക്കി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വചനം കേട്ടിട്ട് ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരാതെ കേട്ട വചനം പ്രമാണിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവിൻ്റെ ദാസനെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ഇനിയുള്ള നാളുകളിലും അനേക ഇടങ്ങളിൽ കടന്നു പോകാനും അനേകർക്ക് താനൊരു പ്രയോജന വിഷയമായി തീരാനും അവിടെ നിന്ന് ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വരാക്കര സഭയ്ക്കായിട്ട് സ്തോത്രം. ജോൺ സഹോദരനും ആന്റണി സഹോദരനും അതുപോലെ ജാക്സൺ സഹോദരനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ സഭയിൽപ്പെട്ട മൂപ്പന്മാർക്കായി സ്തോത്രം. അതുപോലെ സാധാരണ വിശ്വാസികൾക്കായിട്ട് സ്തോത്രം. എല്ലാ കുടുംബങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഇന്നലെ കർത്താവെ താമസിക്കുവാനായിട്ട് സൗകര്യമൊരുക്കി തന്ന കുടുംബങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഭക്ഷണത്തിനായിട്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഭക്ഷണം കഴിച്ച് ബലപ്പെട്ട് അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. ഒരുക്കിയ കരങ്ങളെയും മുഖാന്തരങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ യോഗം കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞ് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകുമ്പോഴും അവിടുത്തെ പിരിയാത്ത സാന്നിധ്യം ഞങ്ങളോടുകൂടി ഇരിക്കണം. ഇനിയും അങ്കമാലിയിൽ വെച്ച് കാണാമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ കണ്ടില്ലെങ്കിലും ഞങ്ങൾക്ക് നിരാശയൊന്നുമില്ല. ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ കാണാൻ കൊതിച്ചവനെ കൺകുളിർക്കെ കണ്ട് ഞങ്ങൾ ആനന്ദിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ കാണും. അതെന്തൊരു സന്തോഷമായിരിക്കും. കർത്താവെ, ആ പ്രത്യാശയോടെ ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ജീവിക്കട്ടെ. എല്ലാ മഹത്വവും ഞങ്ങൾ തൃപ്പാദത്തിൽ അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മെ സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സംസർഗവും കാവലും നാം എല്ലാവരോടും വചനം സംസാരിച്ചു കൊടുത്ത ദാസനോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ നടന്ന പ്രവർത്തനങ്ങളുള്ള ബന്ധത്തിൽ ഈ ദിവസങ്ങളിൽ ഈ സഭയുടെ എല്ലാവിധമായ സഹകരണവും അനുഭവിച്ചറിയുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. സഹോദരന്മാർക്ക് താമസിക്കുവാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ പല ഭവനങ്ങൾ ഒരുക്കപ്പെടാനായിട്ട് ദൈവം കൃപ ചെയ്തു. മാത്രമല്ല, രുചികരമായ ഭക്ഷണം തക്ക സമയത്ത് ഞങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഇടയായി. ഇതിന്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാ സഹോദരന്മാരോടും സഹോദരിമാരോടും കുഞ്ഞുങ്ങളോടും മാസവേലയോടുള്ള ബന്ധത്തിൽ ഉള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ പ്രകാശിപ്പിക്കുകയാണ്. വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും അവന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ അവൻ അനീതിയുള്ളവനല്ല. കർത്താവ് പ്രതിഫലം വീതിക്കുന്ന നാളിൽ അനവധിയായ പ്രതിഫലങ്ങൾ ദൈവജനത്തിന്, വിശേഷാലൂടെയുള്ള ദൈവജനത്തിന് ദൈവം നൽകുമാറാകട്ടെ.
തുടർന്ന് നമുക്ക് അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കാം. നാം പാടിയതുപോലെ നാം ഇന്ന് വിട്ടുപിരിയേണ്ട ഒരു ശരീരത്തിലും ലോകത്തിലുമാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. എന്നാൽ വേർപിരിവില്ലാത്തൊരു നാട്ടിൽ നമ്മൾ എത്തിച്ചേരും. ശാരീരികമായ ബലഹീനതകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറിപ്പോകും. കർത്താവിനോട് കൂടെ നാം നിത്യകാലമായിരിക്കും. ഈ പ്രത്യാശയോടും ഈ സന്തോഷത്തോടും കൂടെ നമുക്ക് ഇപ്പോൾ പിരിഞ്ഞു പോകാം. കർത്താവിന്റെ ദാസൻ CJ മത്തായിശ്വരൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ ഈ കൂടിയൊരുവ് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. കർത്താവിന്റെ ദാസനും കടന്നു വരുവാൻ ദൈവം കൃപ കൊടുത്തു. എല്ലാറ്റിനായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. ക്രിസ്തുവിലൂടെ ഞങ്ങൾ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗീതമായ ഈ സമയത്തിനായിട്ട് നന്ദിയോടെ ചില നാളുകൾക്ക് ശേഷം ഈ ദിനം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടിയിരുവാനും കർത്താവിൽ സന്തോഷിപ്പാനും കർത്താവ് കൃപ നൽകിയതിനായിട്ട് സ്തോത്രം. വിട്ടുപിരിയേണ്ട മഞ്ഞിൽ നാം കൂടുമ്പോൾ ഇത്ര സന്തോഷമെങ്കിൽ വിട്ടുപിരിയാത്ത വീട്ടിൽ ചേരുമ്പോൾ എത്രയോ വലിയ സന്തോഷമാണ്. കർത്താവെ, ഞങ്ങളുടെ പ്രമോദ വിഷയം എന്ന് പറയുന്നത് കർത്താവ് തന്നെയാണ്. കർത്താവിനെ മുഖാമുഖമായി കാണാൻ സാധിക്കും. കോടാകോടി ശുദ്ധരും ഒരുമിച്ച് കർത്താവിനായിരിക്കും. ആ ഭാഗ്യകരമായ പ്രത്യാശ ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. മാസയോഗ പ്രവർത്തനങ്ങളെ കഴിഞ്ഞ നാളിൽ കർത്താവ് വളരെ അനുഗ്രഹിച്ചു. എന്നാൽ ഇടയ്ക്ക് അല്പം താഴ്ച സംഭവിച്ചു. എങ്കിലും വീണ്ടും അത് പുനരുജ്ജീവിപ്പാൻ കർത്താവ് കൃപ നൽകിയതിനായിട്ട് സ്തോത്രം. ആ നിലയിൽ വരാക്കലിൽ വെച്ച് 2 ദിവസത്തെ പ്രവർത്തനങ്ങൾ നടക്കുവാൻ ഇടയായിത്തീർന്നു. അത് ഓർത്ത് സ്തോത്രം. ഇവരുടെ സഭയെയും ഇവരുടെ ദേവദാസന്മാരെയും ഇവരുടെ ദൈവജനത്തെയും അവിടുന്ന് ധാരാളമായിട്ട് അനുഗ്രഹിക്കണം. ചെയ്ത വേലകൾ പലകരമായി തീരുവാൻ നിത്യതയിലെ അനേക ഫലങ്ങൾ കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും പേരെ ഈ പ്രതികൂലമായ സാഹചര്യങ്ങളിലും കൂട്ടി വരുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹീതമായ വചനങ്ങൾക്കായി സ്തോത്രം. ഈ പ്രദേശത്ത് വിതയ്ക്കപ്പെട്ട വചനങ്ങൾക്കായി സ്തോത്രം. ഇതിൽ സംബന്ധിപ്പാൻ കടന്ന എല്ലാ മക്കളെയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ചുമതല വഹിക്കുന്ന ദാസന്മാരെയും അവിടെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണം, സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാടിയതുപോലെ വിട്ടുപിരിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. എങ്കിലും താണിറങ്ങി വേല ചെയ്യുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കേവലം അകത്തുള്ള ശുശ്രൂഷകളിൽ സംതൃപ്തിപ്പെടാതെ കർത്താവിന്റെ സുവിശേഷമായിട്ട് വെളിയിലേക്ക് ഇറങ്ങുവാൻ അനേകരെ അവിടെ നീ നാളിൽ പ്രേരിപ്പിക്കണം. അനേക പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവെ, നിന്റെ വചനത്തിന് ബന്ധനമില്ല. അത് ജയിക്കുന്നതാണ്. സുവിശേഷം ജയിക്കും. അത് ഓർത്ത് സ്തോത്രം. പാതാള ഗോപുരങ്ങൾക്ക് കഴിയുകയില്ല. പാതാളത്തെ ജയിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തുന്നതിന്റെ കർത്താവാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. അവന്റെ പിൻപിലണിഞ്ഞിരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണം, കരുണ കാണിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ അടികളെന്നെ അയക്കണം. ഞങ്ങളുടെ ഭവനങ്ങളിലെത്തുമ്പോഴും നിന്റെ ദിവ്യമായ പരിപാലനം, കാവലും സൂക്ഷിപ്പും യാത്രയിൽ നൽകി സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത മാസം അംഗമാലിൽ വെച്ച് കാണാം എന്ന് ഞങ്ങൾ മാനസികമായി തീരുമാനിച്ചിരിക്കുന്നെങ്കിലും കർത്താവ് അതിന് മുമ്പ് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് ഇരിക്കുന്നത് അത്യുത്തമമായ കാര്യമാണ്. അതുപോലെ കർത്താവിലൂടെ അയക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് പിന്നെ പിരിയേണ്ടത് ആവശ്യമില്ല. എന്നും കർത്താവിലൂടെ ആയിരിക്കും. ആ ഭാഗ്യകരമായ പ്രത്യാശ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിന് നിറച്ചിരിക്കുക. നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹത്തോടെ അടികളായിക്കണം. ഈ സഭയെയും അവിടെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണം, സഹായിക്കണം. അവിടെ ആവശ്യങ്ങൾ നിറവേറ്റണം. ഈ ഹോളിന്റെ പണി നല്ല നിലയിൽ പൂർത്തീകരിക്കപ്പെടുവാൻ കർത്താവ് തക്ക സമയത്ത് അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് എല്ലാം സമർപ്പിക്കുന്നു. എല്ലാം ഞങ്ങൾ കാര്യം വെച്ച് കർത്താവ് ക്ഷേമമെന്ന് യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ താഴ്മയുമായിട്ട് അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് ആമേൻ. കർത്താവാം യേശുവേ, ആമേൻ. കർത്താവാം യേശുവേ, ആമേൻ. കർത്താവാം യേശുവേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മ സഹവാസവും നാം ഏവരോടും വിശേഷാൽ ഈ സഭയോടും കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നടന്ന പ്രവർത്തനത്തോടും വചന ശുശ്രൂഷയില്ലാതെ മക്കളോടും കൂടെ ഇപ്പോഴും ഇപ്പോൾ ഉണ്ടായിരിക്കുമാറാകട്ടെ.
സാക്ഷികൾ ഞങ്ങൾ ഘോഷിക്കും സുവിശേഷം. യേശുവിൻ സാക്ഷികൾ ഞങ്ങൾ ഘോഷിക്കും സുവിശേഷം. അധ്വാന ഭാരത്താൽ വലയുന്നവരെ യേശു വിളിക്കുന്നിതാ. അധ്വാന ഭാരത്താൽ വലയുന്നവരെ യേശു വിളിക്കുന്നിതാ. നിങ്ങളെ യേശു വിളിക്കുന്നിതാ. യേശുവിൻ സാക്ഷികൾ ഞങ്ങൾ ഘോഷിക്കും സുവിശേഷം. യേശുവിൻ സാക്ഷികൾ ഞങ്ങൾ ഘോഷിക്കും സുവിശേഷം. ഉലകമഹാന്മാരെല്ലാം അവർ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാരെല്ലാം അവർ ഉറങ്ങുന്നു കല്ലറയിൽ. പാപത്തിലാണ്ടു ലോകത്തിൽ നിന്ന് മൺമറഞ്ഞുവല്ലോ. അഖിലരും മൺമറഞ്ഞുവല്ലോ. യേശുവിൻ സാക്ഷികൾ ഞങ്ങൾ ഘോഷിക്കും സുവിശേഷം. യേശുവിൻ സാക്ഷികൾ ഞങ്ങൾ ഘോഷിക്കും സുവിശേഷം. മരണത്തെ ജയിച്ചവരൊരുവൻ അവനുയർത്തു ജീവിക്കുന്നു. മരണത്തെ ജയിച്ചവരൊരുവൻ അവനുയർത്തു ജീവിക്കുന്നു. ഇതുപോലൊരുവൻ ഭൂമിയിലുണ്ട്. ദൈവപുത്രനവൻ യേശു. ദൈവപുത്രനവൻ. യേശുവിൻ സാക്ഷികൾ ഞങ്ങൾ ഘോഷിക്കും സുവിശേഷം. യേശുവിൻ സാക്ഷികൾ ഞങ്ങൾ ഘോഷിക്കും സുവിശേഷം. സുവിശേഷം എന്ന സത്യവചനം എന്ന് പറഞ്ഞാൽ അത് പാരമ്പര്യമല്ല. ക്രൈസ്തവ ലോകം കെട്ടിപ്പടുത്തിയിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമല്ല. പിന്നെയോ സുവിശേഷം അത് സത്യ വചനമാണ്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവത്തിന്റെ വചനം. ആ വചനമാണ്, സത്യവചനമാണ് സുവിശേഷമായിട്ട് ഇരിക്കുന്നത്. ആ സത്യവചനത്തിൽ നിന്നും ഒരു വാക്യം നിങ്ങൾക്ക് ഏവർക്കും വളരെ പരിചിതമായ ഒരു വാക്യം ഉദ്ധരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. യോഹന്നാൻ 1:12. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: അവനെ കൈക്കൊണ്ട്, അർത്ഥാൽ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഞാൻ ആ വാക്യം ഒന്നുകൂടെ ഉദ്ധരിക്കുകയാണ്. യേശുവിനെ കൈക്കൊണ്ട്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു, കഴിവ് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ സുവിശേഷം എന്ന സത്യവചനത്താൽ ഏവർക്കും, ഏത് മനുഷ്യനും ദൈവത്തിന്റെ മക്കളായിട്ട് തീരാനായിട്ട് സാധിക്കും. സുവിശേഷം എന്ന സത്യവചനത്താൽ മാത്രമേ ഒരു മനുഷ്യന് മകനായി അല്ലെങ്കിൽ ദൈവമകളായി ദൈവരാജ്യത്തിന്റെ അവകാശിയായി തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ അവനെ എന്ന് പറയുന്നത് യേശുവിനെ കുറിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ യേശു ആരാണെന്ന് പറയുന്നുണ്ട്. സത്യദൈവം, സൃഷ്ടാവായ ദൈവം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ സൃഷ്ടാവായ ദൈവം ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ചവനാണ് യേശു ക്രിസ്തു. പിന്നെ നാം വായിക്കുന്നുണ്ട്, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് യേശു ക്രിസ്തു.
യേശുക്രിസ്തു അവന് ജീവൻ ഉണ്ടായിരുന്നു. സകല ജീവന്റെയും ഉറവിടമാണ് കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ സൃഷ്ടാവായ ദൈവം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം, ഈ ലോകത്തിന്റെ വെളിച്ചമായി ഈ ഭൂമിയിലേക്ക് വന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുക. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളായിട്ട് തീരാം. എന്തുകൊണ്ടാ ദൈവത്തിന്റെ മക്കളായി തീരേണ്ടതിന്റെ ആവശ്യകത എന്ന് പറയുന്നത്? ന്യായമായിട്ടൊരു ചോദ്യമുണ്ട്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കൾ എന്നല്ലേ അറിയപ്പെടുന്നത്? ഒരർത്ഥത്തിൽ ശരിയാ. എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടാവ് എന്നുള്ള നിലയിൽ ലോകത്തിലുള്ള സകല മനുഷ്യരും സൃഷ്ടികൾ എന്നുള്ള നിലയിൽ, ആ നിലയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദൈവം സൃഷ്ടാവ് എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ മക്കളാണ്. പക്ഷെ വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം സൃഷ്ടിച്ച ആദ്യ മനുഷ്യനായ ആദാമും ഹവ്വയും ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്തപ്പോൾ, ദൈവകൽപ്പന ലംഘിച്ച് ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ, അശുദ്ധരായിട്ട് തീർന്നപ്പോൾ അവരാരായിട്ട് തീർന്നു? പാപത്താൽ പിശാചിന്റെ മക്കളായിട്ട് തീർന്നു. യോഹന്നാൻ 8:44 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. യഹൂദന്മാരുടെ മുഖത്ത് നോക്കി കർത്താവായ യേശുക്രിസ്തു അവരോട് പറഞ്ഞു, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. യോഹന്നാൻ 8:44 വാക്യം, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കളാണ്. പിശാച് ആദ്യം മുതൽ കുലപാതകനാണ്. അവൻ ഭോഷ്ക് പറയുന്നവനാണ്, അതിന്റെ അപ്പനാണ്. അപ്പോൾ ആരോടാ പറഞ്ഞത്? യഹൂദന്മാരോട് നോക്കി പറയുക. അങ്ങനെയെങ്കിൽ ലോകത്തിലുള്ള സകല മനുഷ്യരും സ്ത്രീ പുരുഷ ബന്ധത്താൽ ആദാമിലൂടെ ഹവയിലൂടെ ജനിച്ച സകല മനുഷ്യരും പാപത്താൽ പിശാചിന്റെ മക്കളായിട്ട് തീർന്നു. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന സത്യം എന്ന് പറയുന്നത്. സുവിശേഷം എന്ന സത്യവചനം പഠിപ്പിക്കുന്നത് അതാണ്. പാപത്താൽ സകല മനുഷ്യരും പിശാചിന്റെ മക്കളായിട്ട് തീർന്നു. ബൈബിൾ പറയുന്നു, ലോകത്തിലെ സകല മനുഷ്യരും ജന്മനാൽ കർമ്മനാൽ പാപികളാണ്. നാം ജനിച്ചപ്പോൾ തന്നെ നമ്മിൽ പാപ സ്വഭാവമുണ്ട്. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ജനിച്ചപ്പോൾ തന്നെ നമ്മിൽ പാപ സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ പാപം പ്രവർത്തിക്കുന്നത്. ജന്മനാൽ കർമ്മനാൽ സകല മനുഷ്യരും പാപികൾ എന്നുള്ള നിലയിൽ പിശാചെന്ന പിതാവിന്റെ മക്കളാണ്. പിശാചെന്ന പിതാവിന്റെ മക്കൾക്കുള്ള അവകാശം എന്താണെന്നറിയാമോ? അതാണ് നിത്യമായ നരകം. ബൈബിൾ പറയുന്നു, പാപത്തിന്റെ ശമ്പളമാണ് മരണം. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ജന്മനാൽ കർമ്മനാൽ പാപിയായ മനുഷ്യന് പിശാചിന്റെ മക്കൾക്ക് ഉള്ളതായ അവകാശം എന്ന് പറയുന്നത് നിത്യമായ നരകമാണ്. നമുക്കറിയാം, നമ്മുടെ അവകാശം കൊടുക്കുന്നത് നമ്മുടെ മക്കൾക്കാണ്. എന്റെ പേരോട് പറഞ്ഞു, എന്റെ പേര് സൈമൻ എന്നാണ്. ഞാൻ താമസിക്കുന്നത് കോടശ്ശേരി പഞ്ചായത്തിൽ കനകമലയിലാണ്. എനിക്ക് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. എനിക്കുള്ളതായ സമ്പത്തിന്റെ വീടിന്റെ അവകാശികൾ എന്ന് പറയുന്നത് ദൈവം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ തന്നിട്ടുള്ള മക്കളാണ്. ഇതുപോലെ പിശാചെന്ന പിതാവിന്റെ അവകാശമാണ് നിത്യമായ നരകം, ചാകാത്ത പുഴുവും കെടാത്ത തീയുമുള്ള അഗ്നിതടാകം. നിത്യമായ നരകമാണ് പിശാചെന്ന പിതാവിന്റെ മക്കൾക്കുള്ള അവകാശം. എന്നാൽ പ്രിയമുള്ളവരെ, സുവിശേഷം എന്ന സത്യവചനം പറയുന്നത് പാപത്താൽ പിശാചിന്റെ മക്കളായി നരകത്തിന്റെ അവകാശികളായി തീർന്ന സകല മനുഷ്യർക്കും സുവിശേഷത്താൽ ഈ സായാഹ്ന വേളയിൽ ദൈവത്തിന്റെ മക്കളായിട്ട് തീരാനായിട്ട് സാധിക്കും. അതെങ്ങനെ സാധിക്കുമെന്നാണ് ആ വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത്? യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളായിട്ട് തീരാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുക, യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞ യേശുക്രിസ്തു ആരാണ്? സൃഷ്ടാവായ ദൈവമാണ്. പാപികളുടെ രക്ഷിതാവായി ഈ ഭൂമിയിലേക്ക് വന്നവനാണ്. ലോകത്തിന്റെ വെളിച്ചമായി ഈ ഭൂമിയിലേക്ക് വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. ലോക മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, പാപത്തിന് പരിഹാരം വരുത്തി.
യോഹന്നാൻ പറയാണ്, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളായി തീരാം. ആ നാമത്തിന്റെ രണ്ട് പ്രത്യേകത എവിടെയുണ്ട്? ഒന്ന്, ആ നാമം പാപമോചനം നൽകുന്ന നാമമാണ്. ആ നാമം രക്ഷിക്കുന്ന നാമമാണ്. ലോക ചരിത്രത്തിൽ പാപിയായ മനുഷ്യന് പാപമോചനം നൽകുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ, അതാണ് യേശുവിന്റെ നാമം. ലോക ചരിത്രത്തിൽ പാപിയായ മനുഷ്യന് ആത്മരക്ഷ നൽകുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ, അതാണ് യേശുവിന്റെ നാമം. യേശു ക്രിസ്തു മാനവവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അവന്റെ നാമത്തിൽ പാപമോചനമുണ്ട്. യേശു ക്രിസ്തു മാനവവർഗത്തിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആത്മരക്ഷയുണ്ട്. നിത്യമായ നരകത്തിൽ നിന്ന് വിടുതലുണ്ട്. ഞാൻ എന്റെ വാക്ക് ദീർഘിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. യോഹന്നാൻ രേഖപ്പെടുത്തി, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളായിട്ട് തീരാം. 13-ാം വാക്യം, അവർ ജനിച്ചത് പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, രക്തത്തിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നത്തെ ജനിച്ചത്. ദൈവമക്കളായി തീരുക സമം ദൈവത്തിൽ നിന്ന് ജനിക്കുക. ലോകത്തിലുള്ള സകല ജനനങ്ങളും പുരുഷന്റെ ഇഷ്ടത്താലും ജഡത്തിന്റെ ഇഷ്ടത്താലും രക്തത്തിൽ നിന്നുമാണ്. എന്നാൽ ഒരുവൻ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനാലാണ്, ദൈവത്തിന്റെ വചനത്താലാണ്. സത്യവചനമെന്ന സുവിശേഷം വിശ്വസിക്കുന്നതിലൂടെ ഒരുവന് ദൈവത്തിന്റെ മക്കളായി തീരാം, ദൈവമകനായി തീരാം, മകളായിട്ട് തീരാം. അങ്ങനെ ദൈവമക്കളായി തീർന്നവർക്കുള്ള അവകാശമാണ് നിത്യമായ സ്വർഗ്ഗം. സുവിശേഷം സത്യവചനമാണ്. ആ സത്യവചനം പറയുന്നു, യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായിട്ട് തീരാം. ഈ സുവിശേഷം നിങ്ങൾ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്ന് സ്വർഗ രാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ ഒരാക്കരയിൽ ഞങ്ങളെ ശ്രദ്ധിച്ച ബഹുമാന്യ കേൾവിക്കാർക്ക് സ്വർഗത്തിലെ ദൈവം കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. അവിടുത്തെ ദാസന് കർത്താവെ വചനം പറയുവാൻ കൃപ കൊടുത്തു, ഗാനം ആലപിക്കുവാൻ അവിടുത്തെ മകന് കൃപ കൊടുത്തു. എല്ലാത്തിനായിട്ട് സ്തോത്രം. അടിയങ്ങളിപ്പോൾ കടന്നു പോകട്ടെ. തിരുനാമത്തെ എളിയൊരു കൂടെ മഹത്വപ്പെടുത്തണമേ. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. തിരുനാമം പാപികൾ കാണുന്ന വിശ്രാമം. ജയ ജയ ക്രിസ്തുവിൻ തിരുനാമം പാപികൾ കാണുന്ന വിശ്രാമം. ജയ ജയ നിർമ്മല സുവിശേഷം കുരിശിൻ സന്ദേശം. ജയ ജയ നിർമ്മല സുവിശേഷം സന്ദേശം. ജയ ജയ ക്രിസ്തു തിരുനാമം പാപികൾ കാണുന്ന വിശ്രാമം. ജയ ജയ ക്രിസ്തു തിരുനാമം പാപികൾ കാണുന്ന വിശ്രാമം. മരണം ശാപം നിറയും എരിനരകം. പാപം തരുവതുവൻ മരണം ശാപം നിറയും എരിനരകം. ഹൃദയാ ദൈവം നൽകുവതേ ക്രിസ്തുവിൻ പാപവിമോചനമേ. ഹൃദയാ ദൈവം നൽകുവതേ ക്രിസ്തുവിൻ പാപവിമോചനമേ.
ജയ ക്രിസ്തുവിൻ തിരുനാമം പാപികൾക്കാനന്ദ വിശ്രാമം. ജയ ജയ ക്രിസ്തുവിൻ തിരുനാമം പാപികൾക്കാനന്ദ വിശ്രാമം. യേശുക്രിസ്തുവിന്റെ മരണം, ആ മരണം ഒരു രക്തസാക്ഷി മരണമല്ല. മഹാത്മാഗാന്ധിയുടെ മരണം ഒരു രക്തസാക്ഷി മരണമാണ്. രാജീവ് ഗാന്ധിയുടെ മരണം ഒരു രക്തസാക്ഷി മരണമാണ്. ജോൺ എഫ് കെന്നഡിയുടെ മരണം ഒരു രക്തസാക്ഷി മരണമാണ്. ഇബ്രാഹിം ലിങ്കന്റെ മരണം ഒരു രക്തസാക്ഷി മരണമാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണം ഒരു രക്തസാക്ഷി മരണമല്ല. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഒരു രക്തസാക്ഷി മണ്ഡലം യേശുക്രിസ്തുവിന്റെ പേരിലില്ല. എന്താണ് കാരണം? യേശുക്രിസ്തുവിന് രക്തസാക്ഷിയായിട്ടല്ല മരിച്ചത്. യേശുക്രിസ്തുവിന്റെ മരണം ഒരു ആകസ്മിക മരണമല്ല. യേശുക്രിസ്തുവിന്റെ മരണം പ്രിയപ്പെട്ടവരെ അപകട മരണമല്ല. യേശുക്രിസ്തുവിന്റെ മരണം ഒരു ബലഹീന മരണമല്ല. യേശുക്രിസ്തുവിന്റെ മരണം ഒരു പ്രതിപകര മരണമാണ്. യേശുക്രിസ്തുവിന്റെ മരണം ഒരു പ്രായശ്ചിത്ത മരണമാണ്. യേശുക്രിസ്തുവിന്റെ മരണം ഒരു പ്രതിപകര മരണം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട മരണം, ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട സ്ഥാനത്ത് എനിക്കും നിങ്ങൾക്കും പകരമായി യേശുക്രിസ്തു അനുഭവിച്ചു. നിങ്ങളും ഞാനുമായിരുന്നു കൊല്ലപ്പെടേണ്ടിയിരുന്നത്, നിങ്ങളും ഞാനുമായിരുന്നു മരിക്കേണ്ടിയിരുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണം നിങ്ങൾക്ക് വേണ്ടിയുള്ള മരണമായിരുന്നു. യേശുക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, മനുഷ്യരുടെ ശുശ്രൂഷ ജയിക്കാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുപടിയായി കൊടുക്കാനും അത്രേ വന്നത്. അതുപോലെ വീണ്ടും യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നീതിമാന്മാരായ പാപികളെ മാനസാന്തരത്തിന് വന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് പറഞ്ഞു, ക്രിസ്തു പാപികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിക്കാൻ ദൈവവചനവുമാകുന്നു യോഗ്യമായ വചനവുമാകുന്നുവെന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് പറയുകയുണ്ടായി. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രാഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ യേശുക്രിസ്തു വന്നതെന്ന് എബ്രായലേഖനം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് യേശുക്രിസ്തു വന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെയും എന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾക്ക് പകരമായിട്ട് യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ തലയിൽ രാജമുടി ചൂടേണ്ടതായിരുന്നു. എന്നാൽ ആ തലയിൽ ഉൾമുടി ചൂടാനായിട്ടിടയായി. യേശുവിനെ അവർ കണ്ണുകെട്ടി തല്ലി, യേശുവിനെ അവർ കുസ്തികൊള്ളി കുത്തി, യേശുവിന്റെ കണ്ണെട്ടവരടിച്ചു, യേശുവിന്റെ രോഗം നാണയത്തൊട്ട് ഉപയോഗിച്ച് വലിച്ചു കീറി, യേശുവിന്റെ കൈകാലുകളിൽ ആണി നിറച്ചു, യേശുവിന്റെ വിലാപങ്ങൾ കുത്തി, യേശുവിന്റെ പുറം ചന്തത്തിൽ കളിച്ചു കീറി. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഇതെല്ലാം യേശുക്രിസ്തു അനുഭവിച്ചത് ആർക്കു വേണ്ടിയാണെന്ന് അറിയാമോ? ഈ ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ഈ ഇന്ത്യക്കാർക്ക് വേണ്ടി. ഇന്ത്യയിലെ ചിലരെങ്കിലും ഈ ക്രിസ്തു ഇംഗ്ലീഷുകാരുടെ കച്ചവടച്ചരക്കാണ്. ഈ കച്ചവടച്ചരക്കിന് ഇംഗ്ലീഷ് നാട്ടിലേക്ക് തന്നെ പറഞ്ഞേക്കാണെന്ന് ആക്രോശിക്കുന്ന ആളുകളുണ്ട്. ഒരു പക്ഷേ ഞാനൊരു കാര്യം ഓർമ്മിക്കാം, നിങ്ങൾ യേശുക്രിസ്തുവിനെ വേണ്ട എന്ന് പറയുന്നവരാണെങ്കിലും നിങ്ങൾക്കൊന്നും വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചത്. യേശുക്രിസ്തു സ്നേഹിച്ചത് നിങ്ങളെയാണ് എന്നുള്ളതായി പറയുന്നതിന് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ മരണം ഒരു പ്രായശ്ചിത്ത മരണമാണ്. യേശുക്രിസ്തുവിന്റെ മരണം ഒരു പ്രാതിനിധ്യ മരണമാണ്. യേശുക്രിസ്തുവിന്റെ മരണം ഒരു പ്രതിപകര മരണമാണ്. യേശുക്രിസ്തു മരിച്ചവൻ മാത്രമല്ല, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റവനും കൂടെയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ലോകത്തിൽ ആരെങ്കിലും മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? ഉണ്ടോ? ഇ.കെ. നായനാർ മരിച്ചു, വി.എസ്. അച്യുതാനന്ദൻ മരിച്ചു, ശ്രീനാരായണ ഗുരു മരിച്ചു, മഹാത്മാഗാന്ധി മരിച്ചു, ഇന്ദിരാഗാന്ധി മരിച്ചു. അവരുടെ എല്ലാ കല്ലറകൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സമയത്തും അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ നിങ്ങൾ പാലസ്തീനിലേക്കൊന്ന് ചെന്നു, യെരുശലേം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടരികിൽ അരിമത്തിയിലെ ഒരു കല്ലറയുണ്ട്. ആ കല്ലറ തുറന്നു കിടക്കുകയാണ്. ആ കല്ലറ
ഞാനിത് പറയുന്നത് ചുമ്മാ പറയുന്നതല്ല, ചുമ്മാ കണ്ടശോഭ നടത്തുന്നവരല്ല ഞങ്ങൾ. ഇത് വസ്തുനിഷ്ഠമായിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അവിടെ പോയിട്ടുള്ള ആളുകൾ പറഞ്ഞതാണ് യേശുക്രിസ്തുവിന്റെ കല്ലറയ്ക്കൽ അവൻ ഇല്ല എന്ന് എഴുതിയിട്ടില്ലായിരുന്നെങ്കിൽ ആ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാൻ ഞങ്ങളിലോട്ട് വരികയില്ലായിരുന്നു. എന്റെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ടാണ് അതിനെ പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് ആവേശമുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ പാടാറുള്ളത്. ഉലകുന്നു കല്ലറയിൽ ഉലക മഹാന്മാർ ഉറങ്ങുന്നു കല്ലറയിൽ കമ്മലന്നതനെ സുമഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാഴുന്നു. കമ്മലന്നതനെ സുമഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാഴുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ നമ്മളേശ്വരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശ്വരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോലെ ഉറങ്ങുന്നു കല്ലറയിൽ. എന്നാൽ മഹേശ്വരൻ മാത്രം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കും. ഞാൻ ചോദിക്കട്ടെ, വേറെ ആരെങ്കിലും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? വേറെ ആരെങ്കിലും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ആളെ പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ വേറെ ആരുമില്ല. എല്ലാവരും മഴകളുടെ മൂന്നക്ഷരത്തിന് മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങി. ഞങ്ങളുടെ കൂട്ടാത്തോട്ട് ജീവിച്ചിരുന്ന മേലിയോർ തോട്ടം ഇങ്ങനെ പാടാനായിട്ടിടയായി. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിദ്യരും അമർന്നുപോയി കാലചക്ര വിപ്ലവത്തിലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ശങ്ക മാറ്റമൊന്നുമില്ലതിൽ. എന്താണ് ആ സ്ത്രീ പാടിയത്? സമർത്ഥനായ സീസർ മരിച്ചു, പ്രസിദ്ധനായ ഹോമർ മരിച്ചു, സമത്വമറ്റ സോളമനും മരിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാനും മരിക്കും. മരണമെന്ന മൂന്നക്ഷരത്തിന് മുമ്പിൽ വിറയ്ക്കാത്ത കൂങ്ങാത്ത ആരെയും നമ്മൾ കണ്ടിട്ടില്ല. എല്ലാവരും മരണത്തിന് മുമ്പിൽ ഒരുപോലെ. ഒന്ന് ക്രിസ്തു വേദന അനുഭവിച്ച് മരിച്ചു, കഷ്ടത അനുഭവിച്ച് മരിച്ചു. രണ്ട് ക്രിസ്തു ഉയർത്തുന്നത്. മൂന്നാമതാം വാക്യത്തിൽ പറയുന്നത് അവന്റെ നാമത്തിൽ മാനസാന്തരം, അവന്റെ നാമത്തിൽ പാപമോചനം. അതാണ് ഞങ്ങളോട് പ്രസംഗിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ പള്ളിക്കുന്ന് ദേശനിവാസികളോട് പ്രസംഗിക്കാനായിട്ട് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അവന്റെ നാമത്തിൽ മാനസാന്തരം, അവന്റെ നാമത്തിൽ പാപമോചനം. എന്താണ് മാനസാന്തരം എന്ന് പറഞ്ഞാൽ? മാനസാന്തരം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വിചാരിക്കുന്നത് വലിക്കുന്ന ബീഡിയുടെ എണ്ണം കുറയ്ക്കുന്നതാണെന്നാണ്. എന്റെ തൊട്ടടുത്ത് ഒരു ഫ്ലെക്സ് ബോർഡ് തോന്നി കിടക്കുന്നു. ദൈവം നൽകുന്ന പാപമാണ് മദ്യം. അതുകൊണ്ട് ആ മദ്യപാനത്തോട് യാത്ര പറയണം, പുകവലിയോട് യാത്ര പറയണം, അശ്ലീല സാഹിത്യത്തോട് യാത്ര പറയണം, സിനിമയോട് യാത്ര പറയണം, സീരിയലിനോട് യാത്ര പറയണം. തെറ്റായിട്ടുള്ള സകല കാര്യങ്ങളോട് യാത്ര പറഞ്ഞ് ദൈവത്തിലേക്ക് തിരിയും. അതാണ് മാനസാന്തരം. നിങ്ങൾ പാപവഴികളെ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിയുന്നില്ലെങ്കിൽ അത് മാനസാന്തരമല്ല. പാപവഴികളെ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിയും. നാലാമത്തെ കാര്യം ഇവിടെ വേദത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മാനസാന്തരവും അർത്ഥമാക്കുന്ന വിശ്വാസം. ആരെയാ വിശ്വസിക്കണ്ടേ? ആരെങ്കിലും വിശ്വസിച്ചാൽ മതിയോ? ആരെ വിശ്വസിക്കണം? പറയുന്നുണ്ട്. യേശുക്രിസ്തു ശമരിയ സ്ത്രീയോട് പറഞ്ഞ വാദം കടമെടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ, സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിക്കാം, എന്നെ വിശ്വസിക്കാം. സ്ത്രീ വിളിച്ചു പറഞ്ഞു, മറ്റുള്ള രക്ഷയില്ല,
ക്രിസ്തു കഷ്ടമനുഭവിച്ചു മരിച്ചു. മരണത്തെ അവന്റെ നാമത്തിൽ മാനസാന്തരം, അവന്റെ നാമത്തിൽ പാപമോചനം യെരൂശലേമിൽ തുടങ്ങി പ്രസംഗിക്കണം. ഇതാണ് ഞങ്ങളെ കർത്താവ് ഈ കൈകൊണ്ടു വന്ന് അത് പറയാനുള്ള ഭാഗ്യം ദൈവജനത്തെ തന്നു. ഏത് മുൻവിധിയോടെയാണ് ഇത് ശ്രദ്ധിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. ഏത് മുൻവിധിയോടെയാണെങ്കിലും പാപങ്ങളെ ഉപേക്ഷിക്കണം, ദൈവത്തിലേക്ക് തിരിയണം, യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കണം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ആശംസയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ഒന്നുകിൽ ഈ സന്ദേശം നിങ്ങളെ രക്ഷിക്കും, അല്ലെങ്കിൽ ഈ സന്ദേശം നിങ്ങളെ ന്യായം വിധിക്കും. അതുകൊണ്ട് ഈ സന്ദേശം കേട്ടവരാരും ന്യായവിധിയിലേക്ക് പോകാൻ ആവശ്യമില്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങൾക്ക് രക്ഷപ്രാപിക്കാനുള്ള മാർഗം ഒരുക്കിയിരിക്കുന്നു. യേശുക്രിസ്തുവാകുന്ന ഏക രക്ഷാമാർഗം. ആ രക്ഷാമാർഗത്തിൽ വിശ്വസിച്ച് പാപവഴികളോട് യാത്ര ദൈവത്തിന് വേണ്ടി ജീവിക്കുക. അതിന്റെ പ്രയോജനങ്ങൾക്കും ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ ശാന്തമായി ശ്രദ്ധിച്ച ബഹുമാന്യരായ എല്ലാ ദേശവാസികൾക്കും ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ വീണ്ടും അറിയിക്കുക. ആരംഭത്തിൽ ഓർമ്മിച്ചതുപോലെ വരാക്കര ക്രിസ്ത്യൻ ഭവൻ ചർച്ചിന്റെ ചുമതലയിലാണ് ഈ ശുശ്രൂഷ ഇവിടെ നടത്തപ്പെടുവാനായി പ്രയത്നിക്കുന്നത്. നിങ്ങൾക്ക് ഈ വിഷയ സംബന്ധമായി കൂടുതലായി കാണുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തത്സംബന്ധമായ പുസ്തകങ്ങളും കടലാസുകളും ഞങ്ങൾ സൗജന്യമായി ഞങ്ങളുടെ സഹോദരന്മാർ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വാങ്ങി പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, നന്ദിയോടുള്ള സ്വാഗതം. നിങ്ങൾ കൽപ്പിച്ചു, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോവുക, സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിക്കുക എന്നുള്ള അങ്ങയുടെ കൽപ്പന അങ്ങയുടെ മക്കളായ നബികൾക്ക് സ്ഥാപിച്ച് ഈ ദേശത്തിൽ കർത്താവിനെ പറയുവാൻ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം അറിയിപ്പാൻ അങ്ങയുടെ ദാസനെ കൂടെ അവിടെ കൃപ നൽകിയത് ഓർത്തതിന് സ്തോത്രം. കേട്ട വചനം കർത്താവ് ദേശത്തിന് ദേശവാസികൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, കർത്താവിനുള്ള വിശ്വാസത്താൽ പാപമോചനം പ്രാപിച്ച് രക്ഷിക്കപ്പെടുവാൻ, ദൈവമക്കളായി തീരുവാൻ ഈ സന്ദേശങ്ങൾ മുഖാന്തരമാക്കി കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തെ കൊണ്ട് അനുഗ്രഹിക്കുന്ന കർത്താവ് പല നിർണായക ഭാരവും പ്രയാസം അനുഭവിക്കുന്നവരും കഷ്ടത അനുഭവിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിടുതലും സൗഖ്യവും ആശ്വാസവും ദൈവകൃപയും നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനോഹരമായ ഗാനം ആലപിപ്പാൻ അങ്ങയുടെ ദാസനോട് കൃപ നൽകിയതോർത്ത് തിരുവേണ്ടി സ്തോത്രം. മൈക്കൊക്കെ നന്നായി പ്രവർത്തിപ്പാടിയായതോർത്ത് സ്തോത്രം. കാലാവസ്ഥയുടെ അനുകൂലം നൽകിയതോർത്ത് സ്തോത്രം. അങ്ങനെ ചെയ്ത എല്ലാം ഉപകാരങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നത്, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവ്. തുടർന്നവർക്ക് ധാരാളമായി നൽകണം. തിരുനാമത്തെ അടികൾ തുടർന്ന് മഹത്വപ്പെടുത്തണം. അതിനുള്ള പ്രാർത്ഥനയുടെ സ്തോത്രം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.